ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. ദൈവത്തിന് മഹത്വം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവി. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയും. ഈ തിരുവഴുത്തില് വിശേഷിച്ച് 3 കാര്യങ്ങൾ എടുത്ത് പറയുന്നു. അത് ഞാൻ ഇങ്ങനെ ഈ പരുവത്തിന് വരട്ടെ, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ദൈവത്തിന് മഹത്വം. എന്നും ഇങ്ങനെ പാട്ടും പ്രസംഗമൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പരുവക്കേടില്ല. ഈ തിരുവഴുത്തില് പ്രധാനമായിട്ട് 3 കാലങ്ങളെ പറ്റി മുമ്പ് ഇട്ടതുപോലെ ഒന്ന് പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഈ ഖണ്ഡികയ്ക്കകത്ത് ഈ 3 കാലങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. ഒന്ന് പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ആ 3 പദങ്ങൾ ആ ഖണ്ഡികയിൽ എഴുതിയിട്ടില്ലെങ്കിലും അത് വായിച്ചു വരുമ്പോൾ ഈ 3 കാലങ്ങളും ആ ഖണ്ഡികയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഈടുറ്റ ലേഖനങ്ങൾ നമുക്കറിയാം 21 ലേഖനങ്ങളാണ്. ഈ വേദപുസ്തകം ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല, ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. അഥവാ ആരെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ ഒക്കുകയില്ല. ഇതിന്റെ ശരിയായ കോപ്പി സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനം. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാണ്. ഇത് ഉലകിലൊരുക്കി ശുദ്ധി ചെയ്ത ദൈവവചനമാണ്. ഈ വചനത്തിന് ധാരാളം പ്രത്യേകത വചനത്തിൽ തന്നെ ഉണ്ട്. എടുത്തു വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാണ്. മാത്രമല്ല, ഈ തിരുവചനത്തെ പറ്റി പഠിക്കുന്നത് ഇത് ഇരുവായ്ത്തരമുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം. ഈ തിരുവചനം നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. 107-ാം സങ്കീർത്തനം നമുക്കറിയാം, അവനവന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഈ തിരുവെടുത്ത് നമുക്ക് സൗഖ്യം തരുന്നത്. മാത്രമല്ല, ഈ തിരുവെടുത്തിനെ പറ്റി പിന്നെയും നമ്മൾ പഠിക്കുന്നത് ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാണ്. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഇത് ഇരുട്ടിൽ നമുക്ക് പ്രകാശം പരത്തുന്നതാണ്. ഇരുണ്ട സ്ഥലത്ത് വിളക്ക് എന്ന പോലെയാണ് ഈ ദൈവത്തിന്റെ വചനം. ഇത് വിത്താണ്. ഇങ്ങനെയൊക്കെയാണ് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള പുതിയ നിയമത്തിലെ ഈ പുസ്തകങ്ങൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, ഏതാണ്ട് 8 പേര് ചേർന്നാണ് പുതിയ നിയമ പുസ്തകം എഴുതി തീർത്തിരിക്കുന്നത്. അതിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര് നിങ്ങൾക്കറിയാം. 1 മത്തായി, 2 സഹോദരിമാര് പറ. അപ്പോസ്തലന്മാര് 4 പേര് പുതിയ നിയമം എഴുതിയായി. അമ്മേ പറയാമേ? അമ്മ എന്തൊക്കെയാ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞെങ്കിൽ ഇല്ല, ഞാൻ അമ്മ എന്തിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ 27 പുസ്തകം 8 പേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്.
അതിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 4 പേര്. അതാരൊക്കെയാ? മോളെ എവിടെ അടങ്ങി നിൽക്കുക? ഉറക്കെ പറ. VIP അംഗങ്ങൾ പറ. അതെ, ഈ ഇരിപ്പിൽ നമ്മൾ പോവുകയുള്ളൂ. അതുകൊണ്ട് 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. അങ്ങനെയാണ് 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. അതിൽ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്തവരാ. 1 ലൂക്കോസ്, 2 മർക്കോസ്. മർക്കോസ് പത്രോസും ലൂക്കോസും പൗലോസും. പിന്നെ 2 പേര് യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാ. നമുക്കറിയാം, 1 യാക്കോബ്, 2 യൂദ. അപ്പോൾ യാക്കോബ്, യൂദ, ലൂക്കോസ്, മർക്കോസ്. പിന്നെ അപ്പോസ്തലന്മാര് 4 പേര്: മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. ഇങ്ങനെ 8 പേര് മുഖാന്തരമാണ് ഈ പുതിയ നിയമ പുസ്തകം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ വേദപുസ്തകം 40 പേര് എഴുത്തുകാർ ചേർന്നാണ് ഈ 66 പുസ്തകം ക്രമപ്പെടുത്തി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അങ്ങനെ പുതിയ നിയമത്തിലെ എഴുത്തുകാരിൽ ഏറെ ലേഖനങ്ങളും എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസാണ്. നമുക്കറിയാം, ഏതാണ്ട് 13 ലേഖനങ്ങൾ, 14 എങ്കിലും ഒരു ലേഖനത്തെ പറ്റി ഒരു തർക്കം ഉള്ളത് കൊണ്ട് ഉറപ്പിച്ചൊരു 13 പറയാം. പിന്നെ ഒരു തർക്കം ഉള്ളത് കൊണ്ട് 14, ഞാൻ 14 എന്നാ പറയുന്നു. ആരെങ്കിലും ഇടയ്ക്കൊരു ഉടക്കുണ്ടാക്കുകയാണ് അതിനെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പുതിയ നിയമത്തിലെ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ ഈടുറ്റ ഗ്രന്ഥങ്ങളാണ്. അതില് 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അങ്ങനെ പഠിക്കുമ്പോൾ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനം. മോനെ, ഞാൻ ഒത്തിരി അങ്ങ് സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് തന്നെ എനിക്ക് എന്റെ കുഴപ്പമാണോ? ഒത്തിരി ബുദ്ധിമുട്ടും. അപ്പോൾ അതില് ഇടയ്ക്ക് ഒന്നും നല്ല രീതി വന്ന ആ രീതിയിൽ ഒന്നും പറ്റി എനിക്ക് പറയാൻ അറിയാമല്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. ആ പരുവത്തിന് നിൽക്കണേ, അത് കുഴപ്പമില്ല. അപ്പോൾ 3 ലേഖനങ്ങൾ പൗലോസിന്റെ തർജ്ജന ലേഖനങ്ങളാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ സാധാരണ പഠിപ്പിക്കുന്നത് പൗലോസിന്റെ തർജ്ജന ലേഖനങ്ങളാണ്. എന്തുവായി തർജ്ജന ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരുവൻ വഴിവിട്ട് ക്രമം കെട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം തെറ്റി പോയാൽ അവനെ തകർത്ത് കളയല്ല, അവനെ അതോടുകൂടെ നശിപ്പിക്കുകയല്ല, അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശാസിച്ച് ക്രമപ്പെടുത്തി കൊണ്ടുവരണം. അതിന് തർജ്ജനം ചെയ്യണം. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരികിതമാണ്. പൗലോസ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം. അടുത്ത പദം തർജ്ജനം ചെയ്യുക. അപ്പോൾ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഓർപ്പിച്ചല്ലോ, ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഓട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിന് എതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. വേദപുസ്തകം പഠിക്കുന്ന, ധ്യാനിക്കുന്ന, പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പെശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് കൊരിന്ത് ലേഖനം. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്.
കാരണം ഗലാത്യ സഭയിലെ ഈ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളും ദുരുപദേശങ്ങളും ഇതിനകത്ത് വന്ന് കയറി. അത് നുഴഞ്ഞ് വന്ന സഹോദരന്മാർ, അങ്ങനെയുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. 2:4 വായിക്കാം. ഗലാത്യ ലേഖനം 2:4 നമുക്ക് അറിവുള്ള വാക്യം, അത് വായിച്ചു. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇത് തന്നെ യൂദാൻ പറഞ്ഞിരിക്കുന്നത്. യൂദാ 3:4 കൂടെ ചേർത്ത് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. യൂദാ 3:4 പെട്ടെന്ന്. ഫാനിന്റെ കാറ്റ് കൊണ്ട് താള് നിൽക്കുന്നില്ലെന്ന് എനിക്ക് അറിയാമെങ്കിലും വായിച്ചു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന്റെ നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ അവിടെയും കൊടുത്തിരിക്കുന്നത് നുഴഞ്ഞു വന്നിരിക്കുന്നതാണ്. അവൾ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നു. നേരായ മാർഗത്തിൽ കൂടെ വരികയല്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ദുരുപദേശക്കാര് സഭയിലാണെങ്കിലും യോഗത്തിനാണെങ്കിലും എവിടെ വന്നാലും നേരെ വരികയല്ല. ഒന്നെങ്കിൽ ഇരുട്ടത്തിരിക്കില്ലേ, പമ്മിയിരിക്കും. സഭയിലാണെങ്കിൽ വന്ന് പുറങ്ങിയിരിക്കും, കൈ പഠിക്കല്, പാടുകയില്ല, പ്രാർത്ഥിക്കല്, ഇങ്ങനെ പമ്മി കുറുകണ്ടിരിക്കും പോലെ ഇരിക്കും. നുഴഞ്ഞാ വരുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരാരും നുഴഞ്ഞു വന്നവല്ല. നിങ്ങളും ഞങ്ങളും എല്ലാം നേരെ വന്നതാണ്. നമ്മുടെ വരവിന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്. നിങ്ങളിവിടെ വന്നത് ബഹുമാനപ്പെട്ട അച്ചായൻ ഓർപ്പിച്ചതുപോലെ ഒത്തയാന്നേലും എന്നിൽ നിന്ന് എന്തേലും ഒന്ന് കേൾക്കാൻ ഓർത്താ വന്നത്. ഞാൻ വന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എല്ലാവർക്കും ഒന്നും ബോധിക്കത്തില്ലെങ്കിലും എന്നാലാകും വിധം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം. ആ ഉദ്ദേശത്തോടാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ നിങ്ങളുടെ എല്ലാം വരവ് നല്ല ഉദ്ദേശത്തോടാണ്. എന്നാൽ ദുരുപദേശക്കാർ ഇങ്ങനല്ല വരുന്നത്. അവര് നുഴഞ്ഞു വരിക, ഉദ്ദേശം വേറെയാണ്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇങ്ങനെ ദുരുപദേശക്കാർ വരുമ്പോൾ സഭയ്ക്കകത്ത് പലവിധമായ ഉപദേശങ്ങളുമായിട്ട് വരും. അത് ആ ഭാഗത്തേക്കൊന്നും ഞാൻ ഏകദിന കൺവെൻഷൻ, മിറ്റത്ത് കൺവെൻഷൻ, അത് VIP-യുടെ വിശേഷിച്ച ഈ സ്ഥലസഭയുടെ അങ്കണത്തില് പലരും കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. സഭയ്ക്കകത്തായിരുന്നെങ്കിൽ വേറെ ചില കാര്യങ്ങളൂടെ പരാമർശിച്ചായിരുന്നു. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് വരുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഒറ്റ വാക്യം വായിച്ചങ്ങ് വിട്ടേക്കാം. ഗലാത്യ ലേഖനം 2:4 ഒന്നുകൂടെ വായിച്ച്. ഇങ്ങനെയുള്ള ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് വരുമ്പോൾ നമ്മുടെ നിലപാട് എങ്ങനെ ആയിരിക്കണം? അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്തത് സുവിശേഷത്തിന്റെ സത്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കണം. എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം, അവിടെ നിന്ന് 2 കാര്യം പറഞ്ഞേച്ചു പോകാം. അവൻ സുവിശേഷത്തിന്റെ സത്യം. ഞാൻ നിങ്ങളെ പറയുക, സത്യമായി തോന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. എന്തുവാ സുവിശേഷം? അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാ സുവിശേഷം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. സ്തോത്രം. ഈ ക്രൈസ്തവരെന്ന് പറയുന്നവർക്കും എല്ലാവർക്കും സുവിശേഷം ഒന്നും ഇഷ്ടമല്ല. ഇന്ന് ഞങ്ങളുടെ ഒരു വേണ്ടപ്പെട്ടയാൾ മരിച്ചപ്പോൾ അവര് സമുദായത്തില്ല. അപ്പോൾ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്ക് അല്പസമയം കൊടുക്കണമെന്ന് വീട്ടുകാര് അവര് നിൽക്കുന്ന സഭയിലെ ചുമതലപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ അതിന്റെ ചുമതലപ്പെട്ടവര് പറഞ്ഞു, സുവിശേഷം ഒന്നും ഇവിടെ പറഞ്ഞേക്കരുതെന്ന്. എന്നെ ചെയ്യാന് നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പുള്ളിയുടെ വല്യപ്പൻ ഈ നന്നായി വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതെ, നിങ്ങളും മിണ്ടുകല്ല, നിങ്ങളും പുള്ളിയുടെ ഏട്ടനാ. അത് തന്നെ. എടാ, സുവിശേഷം വന്നത് കൊണ്ടാണ് നിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത്. ഞാൻ എന്റെ ഭാഷയിൽ പറയും, നേരെ ജോബിന് തുണി കൊടുക്കാൻ പഠിപ്പിച്ചത് സുവിശേഷം വന്നതുകൊണ്ടാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാനിട ഈ വഴി കൂടെ മാന്യമായിട്ട് യോഗ്യമായിട്ട് നടക്കാനിടയായ സുവിശേഷം വന്നതുകൊണ്ടാണ്. എന്റെ ഭാഷയിൽ പറയുക, ആൾക്കാരോട് മാന്യമായിട്ട് ഇടപെടാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷമാണ് അവൻ നമ്മെ രക്ഷപ്പെടുത്തുന്നത്.
സുവിശേഷം ഒരു വിഭാഗക്കാരുടെ കുത്തകയല്ല, സകല മനുഷ്യർക്കും ആവശ്യമാ സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം, അതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ചത്ത് അടിഞ്ഞ് മണ്ണോട് ചേർന്ന മാർഗമല്ല, ഇന്നും ഉയർത്ത് ജീവിക്കുന്ന മാർഗമാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം ഏത് വീട്ടിൽ വന്നിട്ടുണ്ടോ ആ വീടിന്റെ മുഖച്ചായ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് വ്യക്തി ഏറ്റെടുത്തോ ആ വ്യക്തിയുടെ ജീവിതത്തിനും സ്വഭാവത്തിനും വ്യത്യാസം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് ദേശത്ത് ഉയർത്തപ്പെടുമോ ദേശത്തിന്റെ മുഖച്ചായ മാറിയിട്ടുണ്ട്. സുവിശേഷം ഏത് രാജ്യത്തെത്തിയിട്ടുണ്ടോ ആ രാജ്യത്തിന്റെ മട്ടും ഭാവവും മാറിയിട്ടുണ്ട്. സുവിശേഷം കൊണ്ട് മാത്രമേ ഇതിന് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളും വക്താക്കളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ആരോടും പറയുവാൻ, എവിടെ വെച്ചും പറയുവാൻ, ഏത് സമയത്തും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഒത്തിരി ഒന്നും വിസ്തരിച്ചില്ലേലും ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തുവിൽ കൂടെ നിനക്ക് രക്ഷയുണ്ട്. യേശു നിന്നെ വിടിവിക്കും. ഇത് പറയുന്നതിന് ഹൈസ്കൂളിൽ പോയാലും പറയുകയില്ല. ഹൈസ്കൂളിൽ പോകുന്ന എല്ലാവരുടെയും കാര്യമല്ല. ചില നമ്മളിത് പറഞ്ഞാൽ തെറ്റുമോ തെറ്റുകയില്ലയോ, അതിനകത്ത് തിയോളജിയുടെ വശം നോക്കിയിരുന്ന് ആരോടും പറയുകയില്ല. എന്നാൽ പഴയ ചില അപ്പച്ചന്മാരെ അമ്മച്ചമാരെ കണ്ട ആരോടും സുവിശേഷം, അവർ തിയോളജി ഒന്നും പഠിച്ചതല്ല, പക്ഷെ ഒന്നറിയാം, യേശു രക്ഷിക്കും. ഇന്ന് രാത്രിയിലും അത് ആരോടും പറയണം, യേശു നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തരും രക്ഷയില്ല, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. അത് പറയുന്നതിന് ആരെയും പേടിക്കുകയും വേണ്ട, ശക്തമായിട്ടത് പറഞ്ഞോണം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ സത്യം ഒന്നുകൂടെ വായിച്ചാൽ മനപ്പാസ്. സുവിശേഷത്തിന്റെ സത്യം അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കണേ. ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒത്തു നോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. ഇങ്ങനെയുള്ള ദുരുപദേശക്കാരും ഭാഷക്കാരും വിപരീത ഉപദേശക്കാരൊക്കെ വരുമ്പോൾ അവരുമായിട്ട് ചേർന്ന് തുള്ളുകല്ല, ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഞാൻ ആ ഭാഗം ഇപ്പം വീതിക്കുന്നതിൽ ഇവിടെ ആയതുകൊണ്ട് കർത്താവിന് മഹത്വം. അപ്പോൾ ദുരുപദേശത്തിനെതിരെയാണ്, ഉപദേശ പിശകിനെതിരെയാണ് ഗലാത്യ ലേഖനം പൗലോസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത് 1-ാം അധ്യായത്തിൽ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ, നിങ്ങൾ അതിന് വഴിപ്പെട്ടു പോകരുത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ നന്നായിട്ടൊക്കെ ഓടി, ഇപ്പൊ നിങ്ങൾക്ക് ഓടാൻ മേല. 3-ാം അധ്യായത്തിൽ പറയുക ക്രിസ്തുയേശുവിനെ ഇത്ര തിട്ടമായി വ്യക്തമായി ആമെ കാണിച്ചിരിക്കുക, വരച്ചു കാട്ടിക്ക് നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത്. 4-ാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഓരോ അധ്യായത്തിലും കർക്കശമായിട്ട് ഇവരെ തർജ്ജനം ചെയ്ത് ഇവര് ശരിയായ ഉപദേശം പഠിപ്പിക്കും. അതാ ഗലാത്യ ലേഖനം. കൊരിന്ത്യർ ലേഖനം ജീവിത പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. നിങ്ങൾക്കറിയാം, കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 16 അധ്യായമുണ്ട്. ഞാനെപ്പോഴും പറയും ഓരോ അധ്യായത്തിലും ഓരോ വിഷയമാണ്. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിൽ ഈർച്ചയും പകയും പിണക്കവും, 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു, 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ, 6-ാം അധ്യായത്തിൽ കേസും കോടതിയും മടക്കും, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ തർക്കം നടക്കുക, 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിച്ച് പട്ടുപോയി, 11-ാം അധ്യായത്തിൽ പ്രധാനമായി തിരുമേശയുടെ ഉപദേശം, 12-ാം അധ്യായം കൃപാവരം നിന്നിട്ടില്ല, 13-ാം അധ്യായം അതിശ്രേഷ്ഠവരം സ്നേഹം, 14-ാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങളാ, 15-ാം അധ്യായം ആമൻ വിശുദ്ധന്മാരുടെ ആമൻ മരണവും അടക്കവും ഉയർപ്പും, 16-ാം അധ്യായം വന്ദനം ചൊല്ലിയിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ചരതിച്ചു വെച്ചത് കൊണ്ടുവരണം. ഇതാ ഓരോ അധ്യായത്തിലും ഓടിച്ചു പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾ നമ്പർ 1 വിശ്വാസികളാ. ഇവരെ പോലെ മിടുക്കലായ വിശ്വാസികൾ വേറെ ഇല്ല. വായിച്ച 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എല്ലാം പറയുന്നില്ല, ഓടിച്ചങ്ങ് പോവുക. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിർത്താൻ ഞാൻ എന്റെ ദൈവത്തെ നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവര് നിങ്ങൾ വിജയിക്കാൻ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത അവൻ നമ്പർ 1 സഭയാ കൊരിന്ത്യ സഭ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവ കൃപനിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായി നിങ്ങളോട് പറയുക, ഇവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാർക്കും ദൈവകൃപയുള്ളവരാ.
ദൈവകൃപയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. അല്ല, ദൈവകൃപയില്ലാത്ത ആർക്കും ഈ കോമ്പൗണ്ടിൽ കയറാനൊക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവകൃപയില്ലാത്ത ആർക്കും ഇത് ദൂരത്ത് നിന്ന് കേൾക്കാനും ഒക്കത്തില്ല. നീ അവൻ അകന്നോ മറഞ്ഞോ ദൂരെയാ നിൽക്കുന്നെങ്കിലും സ്നേഹിത, നിനക്ക് ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന അമ്മയ്ക്കും ദൈവകൃപയുണ്ട്. ഉണ്ടെന്ന് അതൊക്കെ പിന്നെയും സംശയമാണ്. കൃപയുണ്ടെന്ന്, കൃപയുള്ളത് കൊണ്ടല്ലേ ഇതിനകത്ത് വന്നേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപയുണ്ട്, ഓരോരുത്തർക്കും കൃപയുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഈ കോമ്പൗണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഈ വെള്ളം എടുത്ത് തരുന്ന ഒരു കൃപയാ, വാദ്യം വായിക്കുന്ന ഒരു ദൈവകൃപയാ, പാട്ട് പാടുന്ന ഒരു ദൈവകൃപയാ, സഭയെ തമ്പാർ അടിക്കുന്നെങ്കിൽ അതൊരു ദൈവകൃപയാ, കസേരയൊക്കെ ഇടുകയും മടക്കി വെക്കുക അതൊരു ദൈവകൃപയാ. യോഗം കഴിഞ്ഞ് പോകുന്നത് കൃപയാ, പക്ഷേ കസേര മടക്കി വെച്ചുകൂടെ പോകുന്നത് അതും ഒരു കൃപയാ. മടക്കണ്ട, എടുത്ത് വെച്ചാൽ മതി, വീട്ടിൽ കൊണ്ടുപോകരുതെന്നേ ഉള്ളൂ. ഒരാളൊരു സ്വോത്രാഴ്ച എടുക്കാൻ പറഞ്ഞ പുള്ളി അത് എടുത്തോണ്ട് അങ്ങ് പോയി, എടുക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ ഒരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപയുണ്ട്. ദൈവകൃപയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. അതാ വിവരിക്കുന്നില്ല. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോൾ സ്തോത്രം ചെയ്യും. അടുത്തത് ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത്. ഇവരെ സാക്ഷ്യമുള്ളവരാ, സാക്ഷി പറയുന്നവരാ, സാക്ഷി പറയാൻ കൊടുത്താൽ നന്നായിട്ട് പറയും. അത് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ, നന്നായിട്ട് പറയും. ചിലര് അതിശയോക്തിയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വേറെ പുസ്തകത്തിൽ ഒരു ഭാഷ പറഞ്ഞാൽ വമ്പ് പറയുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ പനി വന്നതാ, എന്നാലും സാക്ഷി പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകുമെന്ന് ഉമ്മായിരുന്നു വമ്പ് പറയാ. ഞാൻ പൊങ്ങുമെന്ന് വിചാരിച്ചതേ വമ്പ് പറയുക. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അത് നിന്ന് പറയാനുണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. വമ്പ് പറയരുത്, സത്യമേ പറയാവൂ, ഉള്ളത് പറയാവൂ. ദൈവത്തിന് മഹത്വം. അതെ, ആ ഭാഗം വിടുക. അപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായി. ഇവര് സാക്ഷ്യമുള്ളവരാ, സാക്ഷി പറയും, നന്നായിട്ട് സാക്ഷി പറയും, സാക്ഷ്യം പ്രസ്താവിക്കാൻ മിടുക്കരുമാ. സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ, അവന് നിങ്ങൾ സകലത്തിലും വിശേഷാൽ, ഇവരെല്ലാത്തിലും മുൻപറിയില്ല, വിശേഷാൽ സകല വചനത്തിലും. ഇവര് ഭയങ്കര വചനതിട്ടമുള്ളവരാ, പരിജ്ഞാനമുള്ളവരാ. പൊരുത് വിശ്വാസികൾ വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. അതുകൊണ്ട് വേദപുസ്തകം പോലും കൊണ്ടുവരികയില്ല. കാരണം വചനത്തിൽ നല്ല തിട്ടമുണ്ട്. ഇനി കൊണ്ടുവന്ന ആട്ട് തുറക്കുകയില്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്. തിട്ടമുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത് കൊണ്ടുവരികയല്ല, കൊണ്ടുവന്ന ആട്ട് തുറക്കുകയില്ല. കുറ്റമല്ല പറഞ്ഞ നല്ല തിട്ടമാണ്. അപ്പോൾ മാത്രമല്ല പരിജ്ഞാനം, നല്ല പരിജ്ഞാനമാണ്. അങ്ങനല്ലേ എഴുതിയേക്കുന്നത് മണിപ്പാസ്റ്റേ. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും, വചനത്തിലൊക്കെ ഉപദേശമാര് കുറുവാക്യം വായിക്കും മാറുക. ഇന്ന് ഏതൊക്കെ മേഖലയിൽ കൂടെ പോകുമെന്ന്. പണ്ട് കുറത്തിയാട് ചെന്നപ്പം എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞു, അച്ഛാ അവിടെ നന്നായിട്ട് വചനത്തിട്ടുള്ള അമ്മാമ്മമാരുണ്ട്, അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. നമ്മളൊരു വാക്യം വായിക്കുമ്പോഴേ അവർ അടുത്ത വാക്യം എടുത്ത് വെക്കും, നമ്മൾ എന്നെ പ്രസംഗിക്കുന്നെന്ന്. അപ്പൊ ഇത് പറഞ്ഞ എന്നെ വിട്ടത്. ഞാനും അപ്പൊ പേടിച്ച അവിടെ ചെന്നപ്പോ സൂക്ഷം അതുപോലെ മുൻവരെ കമ്പിയെ മുണ്ടിയിരിക്കും പോലെ രംഗത്തെണ്ണം. അപ്പൊ ഞാന് ഇങ്ങനെ നോക്കി ഒരു കുറുവാക്യം വായിച്ചപ്പോഴേ ഈ വിരലുകളെല്ലാം കൂടെ വേദപുസ്തകത്തിനിടയിൽ കയറുന്ന കണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ ഇന്ന് നല്ല തിട്ടമാണ്. പിന്നെ ഞാന് വാക്യം വായിച്ചെങ്കിലും വേറെ റൂട്ടിൽ കൂടെ പോയി. അല്ല, പിന്നെ വിരൽ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അല്ല, എനിക്കവരെ ബഹുമാനമാണ്. വചനത്തിൽ തിട്ടമുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവർ സഭയ്ക്കകത്തുള്ളത് നല്ലതാണ്. വചനത്തിൽ നല്ല തിട്ടമുള്ളവർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യം പറയാം. ഞങ്ങൾ ഉപദേശമാരും വിഡിത്തം ഒന്നും വിളിച്ച് പറയുകയില്ല. കുറച്ചൊക്കെ സൂക്ഷിച്ചേ, പിന്നെ അത് നല്ലതല്ലേ. വചനത്തിൽ തിട്ടം വേണം. അല്ലെ പിന്നെ പണ്ട് പ്രസംഗിച്ചതുപോലെ ഉപദേശം വായിച്ചു അഹരോന്റെ തളിർത്ത വടികെന്ന വായിച്ചു കൊടുത്തു അഹരോന്റെ തളിർത്ത തടി. പുള്ളിക്കും വലിയ തിട്ടമില്ല. പുള്ളി ഉടനെ തടിയെ പറ്റി പ്രസംഗിച്ചു. പുള്ളി നോക്കുന്നില്ലല്ലോ. അതെ, തടി, അഹരോന്റെ തളിർത്ത തടി. തടിക്ക് കാവലുണ്ട്, വെള്ളമുണ്ട്. ആ തടി പല കാര്യത്തിലുണ്ട്. ഇതെല്ലാം നല്ല ഗംഭീരം പ്രസംഗം. അത് ചാതുര്യമാണ്. പ്രസംഗം കഴിഞ്ഞപ്പം വേറൊരു അപ്പച്ചൻ വന്ന് ചോദിച്ചു, പാസ്റ്റേ തടിയും നല്ലല്ലോ, അഹരോന്റെ വടിയും നല്ല പുള്ളിക്ക് വെട്ടിനാട്ട. പിന്നെ ഉപദേശമാരും എടുക്കന്മാരാ. അങ്ങനെ പുള്ളി അപ്പച്ച തടിയിൽ നിന്നല്ലോ വടി ഉണ്ടാകുന്നത്, അല്ല വടിയിൽ നിന്ന് തടിയല്ലല്ലോ. രക്ഷപ്പെടുക. അപ്പൊ ഒരു കാര്യം പറയാ, വചനത്തിൽ തിട്ടമുള്ളവർ വേണം.
അപ്പൊ ഈ കൊരിന്ത്യർ വിശ്വാസികള് അവൻ വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും നല്ല പരിജ്ഞാനമുള്ള വിശ്വാസികളാ കൊരിന്ത്യർ വിശ്വാസികള്. അതുകൊണ്ട് യോഗത്തിന് വന്നാൽ കൈയടിക്കോ പാടുകോ പ്രാർത്ഥിക്കോ ദൈവത്തെ സ്തുതിക്കോ ഒന്നും ഇങ്ങനെ പരിജ്ഞാനത്തോടെ ഇരുന്നോളും. നമ്മൾ കണ്ടിട്ടില്ലേ ചിലർ അനങ്ങത്തില്ലല്ലോ. നമ്മളേക്ക് പരിജ്ഞാനമുള്ള ആളാണ്. അവിടെ ബേബി കിടന്ന അരയ്ക്കും ബേബിക്ക് പരിജ്ഞാനമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ചില ചിന്തകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് വചനത്തിൽ നല്ല തിട്ടം നല്ല പരിജ്ഞാനമുള്ളവർ. അടുത്ത വാക്യം പിന്നെ പരിജ്ഞാനത്തിൽ സമ്പന്നനായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത നമ്പർ 1 വിശ്വാസികളാ കൊരിന്ത്യർ വിശ്വാസികൾ. ഒന്നാമത്തെ ആയത്തിൽ വളരെ ശ്ലാഘനീയമായ നിലയിൽ അഭിനന്ദിച്ചല്ലേ അപ്രീഷിയേറ്റ് ചെയ്ത് ഇവരെ പൗലോസ് ഉയർത്തുകയാണ്. എന്നാൽ രണ്ടാമത്തെ ആയത്തിൽ ഒരു വാക്യമുണ്ട്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിയുമെന്ന്. 2:9 വായിച്ചേ, 2:9-10 പെട്ടെന്ന്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 9-10 ആത്മാവ് സകലത്തെയും 9 മുതൽ വായിച്ചു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും. ഇന്ന് രാത്രി നിങ്ങൾക്കാർക്കും എന്നെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ എല്ലാവരും അറിയത്തില്ല, പക്ഷെ എന്നെയും നിങ്ങളെയും അറിയുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുന്നുണ്ട്. മനോവേദനയോടെ വന്നവർ ഇതിനകത്ത് കാണും, കടഭാരത്താൽ വലയുന്നവർ ഇതിനകത്ത് കാണും, രോഗപീഠികൾ വലയുന്നവർ ഇതിനകത്ത് കാണും, കുടുംബത്തിൽ പ്രശ്നമുള്ളവർ ഇതിനകത്ത് കാണും, ആത്മഹത്യക്കായി ഒരുങ്ങിയിരിക്കുന്നവർ ചിന്തിക്കുന്നവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ നാട് വിട്ട് വീട് വിട്ട് പോകാമെന്ന് ചിന്തിച്ച് അവശരായിട്ടിരിക്കുന്നവർ ഇതിനകത്ത് കാണും, ആരോടും പറയാത്ത തിങ്ങി നിൽക്കുന്ന വേദനയുമായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര് ഈ ഗ്രൗണ്ടിൽ വന്ന് കാണും. പക്ഷേ നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ ഹൃദയത്തിലെ ചിന്തകളും ഇച്ഛകളും നിലവുകളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവനാ ദൈവം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാകുന്നു. മനുഷ്യനുള്ളത് അവനിലല്ല, മനുഷ്യനെ വിവരിക്കുന്നില്ല. ആത്മാവ് സകലത്തെയും അറിയും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ ശ്ലാഘനീയമായ നിലയിൽ ഇവരെ അഭിനന്ദിച്ചു പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ആയത്തിൽ ആത്മാവ് ആഴമല്ല അറിഞ്ഞു. ആഴമറിഞ്ഞ ആത്മാവ് മൂന്നാമത്തെ ആയത്തിൽ ഇവരോട് പറഞ്ഞത് 3:1 വായിച്ചേ. 3:1 എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മികന്മാരുണ്ടെന്നത് പോലെ ദൈവീകന്മാരുണ്ടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരുണ്ടെന്ന് എത്രയോ സംസാരിപ്പാൻ കഴിയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാം അധ്യായത്തിൽ ഇവരെ ശ്ലാഘനീയമായ നിലയിൽ സംസാരിച്ചു. രണ്ടാം അധ്യായത്തിൽ ആഴമല്ല ആത്മാവ് പറഞ്ഞു. അറിഞ്ഞ ആത്മാവ് 3:1 പറയുക, ഒരു കൃപാവരത്തിനും കുറവില്ല, നിങ്ങള് മിടുക്കരാ, പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഒക്കുന്നില്ല. പൊതുവിൽ ഇത് പറയേണ്ടതല്ലെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം. ഞാനിപ്പോ പൊതുവെ പറയും, പാസ്റ്റ് അതൊന്നും ഇപ്പൊ പൊതുവെ പറയേണ്ട കാര്യമല്ലായിരുന്നു, എന്തിനാ അതൊക്കെ പറഞ്ഞത് ചിലർക്കൊരു ചിന്ത വരും. എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. ചിലർ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, മറുഭാഷ പറയുകയും വെളിപ്പാടും ദർശനവും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരെ പറ്റി ചെല്ലു പറയും, പുള്ളിക്കാരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ സംസാരിക്കുന്ന വളരെ അത് തന്നെ എവിടെ പറഞ്ഞു. അച്ചായൻ സഭയുടെ നെടുന്തൂണാ, മിടുക്കനാ, ഭയങ്കര പ്രാർത്ഥനയാ, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. അത് തന്നെ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെയോടെ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഞാൻ വിവരിക്കുന്നില്ല ഒന്നും. ഒന്നാം അധ്യായത്തിൽ കൃപാവരമെല്ലാം ഉണ്ട്, പക്ഷെ രണ്ടാം അധ്യായത്തിൽ ആത്മാവ് ആഴമല്ല അറിഞ്ഞു. അതിനേക്ക് പറഞ്ഞ് നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അറിവ് ചീർപ്പിക്കുന്നു. ഏതാണ്ടൊക്കെ അറിയാന്നുള്ള ചിന്ത അത് നമുക്കൊക്കെ പലർക്കും ഉണ്ട്. അങ്ങനെ എന്നെ പോലെ അറിവുള്ള ആളിപ്പോ ഇല്ല, എനിക്കാണ് ഉള്ളതിരിപ്പം നല്ല അറിവ്, ഞാനാണ് മിടുക്കൻ, ഇതൊക്കെ നമുക്ക് അങ്ങനെ ചിന്തകൾ ഉണ്ടാകും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, ഈ വേദപുസ്തകം പഠിക്കുന്തോറും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഒന്നും അറിയത്തില്ലെന്നുള്ളത്. ഇത് കേൾക്കുന്തോറും പഠിക്കുന്തോറും വേറൊരു കാര്യവും കൂടെ എൻ്റെ ജീവിതത്തിലുണ്ട്, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യോഗ്യരല്ലാതിരുന്ന, യാതൊരു അർഹതയില്ലാതിരുന്ന എനിക്ക് നിങ്ങൾക്കും ഇത് കേൾക്കുവാനും പഠിക്കുവാനും അറിയുവാനും അവൻ ഇത് വരുവാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നല്ലോ. അതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. അപ്പൊ ഈ കൊരിന്ത്യർ ലേഖനം ഇത്
തർജ്ജമ ലേഖനമാകാൻ കാരണം ജീവിത പ്രശ്നത്തിനെതിരെയുള്ള ലേഖനമാണ്. ഞാനതൊന്നും വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പ്രശ്നം, കൊരിന്ത് ലേഖനം ജീവിത പ്രശ്നം. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതലാണ് വായിച്ചത്. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനം ഈ വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾക്കറിയാം, എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവര് എബ്രായ വിശ്വാസം യഹൂദ മതം വിട്ട് ഈ മാർഗത്തിൽ വന്നതാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ഈ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഇത് പൗലോസ് അല്ല എഴുതിയതെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, അത് സ്ഥാപിക്കാൻ തുനിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാകും ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഈ ലേഖനം എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വസ്തുതകളും നന്നായി പഠിച്ച ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അവൻ ഏറെ നല്ലത് എന്നുള്ള വിഷയമാണ്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ സകലത്തിലും എല്ലാത്തിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിക്കുക യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. നിങ്ങൾക്കറിയാം, അവൻ 1-ാം അധ്യായം മുതൽ അങ്ങോട്ട് പഠിച്ചാൽ, 1, അവൻ യേശു ക്രിസ്തു അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 2, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 3, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. 4, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. 5, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. 6, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അവനെ മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവനാകുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊങ്കച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം വല്ലങ്കിൽ പിടിച്ച് നിലവിളക്കുന്ന നടിയിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യകാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യകാതനായി. ഇന്നോളം വരാൻ വന്നിതുപോൽ അനവതാരം സ്തുലം. ഇന്നോളം വരാൻ വന്നിതുപോൽ അനവതാരം സ്തുലം. ലേശം കാണുന്നില്ല ലേശം പ്രതിമാസം അപ്പോൾ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്.
ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരും സേട്ടനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിച്ചിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവെഴുത്തുകൾ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരണം. അപ്പോൾ ഈ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒരാഹ്വാനത്തോട് പറയാ, നിങ്ങള് അടുത്തു വരാൻ പറഞ്ഞു. അടുത്തു വാ. ഈ അടുത്തു വാ എന്ന് വിളിക്കണമെങ്കിൽ ഇവരിപ്പോ എവിടെ ഇരിക്കുക? ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം. അപ്പൊ ഇവരെ വിളിക്കുക, അടുത്തു വരാൻ പറഞ്ഞു. അപ്പൊ അടുത്തു വന്ന് ഇവരെ വിളിക്കുമ്പോൾ ഇപ്പൊ ഇവരെ ഈ പറയുമ്പോൾ എവിടെ ഇരിക്കുക? ദൂരത്തിരിക്കുക, അകന്നിരിക്കുക. മറുവശം ഒരു കാലത്ത് ഇവർ ഈ സുവിശേഷത്തോടും സുവിശേഷ വേലയോടും ദൈവഭൃത്യന്മാരോടും ദൈവവേലയോടും ഒക്കെ വളരെ അടുത്ത് നിന്നവരാണ്. അതിന് 2 വാക്യം ആ തെളിവ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ തെളിവിന്റെ 2 വാക്യം വായിച്ചു. നേരത്തെ ഇവർ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരാണ്. ആ 2 വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചു. മനുപാസ്റ്ററെ 6-ന്റെ 9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും പിന്നെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ഇവർ ആരംഭകാലത്ത് ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവവേലയും നന്നായി ബഹുമാനിച്ച് ശുശ്രൂഷിച്ചവരാണ്. ആരംഭകാലത്തുള്ള വിശ്വാസികളെല്ലാം അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഇട്ടേച്ചായിരിക്കും സഭയുടെ ദൈവമക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. പക്ഷെ അവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞാൻ പറയും, നല്ല മനസ്സോടാ ചെയ്തെങ്കിൽ ഒരു ദോഷവും വരികയില്ല. അന്നും ഗുരുക്കൊപ്പിച്ചാണെങ്കിൽ പിന്നെയും കടന്നു കുരുങ്ങും. നല്ല മനസ്സോടാണെങ്കിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല, വരികയില്ല. അപ്പോൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തീഷ്ണതയോടെ നിന്നവരാണ്. മാത്രമല്ല ഇപ്പം വായിച്ച 10-ാം അധ്യായത്തിന്റെ 32 ഒന്നുകൂടെ വായിച്ച ആരംഭകാലം എങ്ങനെ ആയിരുന്നു? എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചെന്ന് പറഞ്ഞാൽ സത്യവെളിച്ചമാകുന്ന സാക്ഷാൽ ദിവ്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്നാണ് അതിന്റെ അർത്ഥം. ഹൃദയത്തിന്റെ ഇരുള് മാറി, അവൻ ഭീതികൾ മാറി, ചിത്തപ്രമം മാറി, മനോഭീതി മാറി, സകല കെടുതികൾ മാറി. കാരണം യേശു ഉള്ളത്തിൽ വന്നു. സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാ. അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ഇന്ന് രാത്രി മനുഷ്യൻ വെളിച്ചം തേടി വെട്ടം തേടി നെട്ടോട്ടം ഓടുമ്പോൾ അവൻ യേശു ക്രിസ്തു ഉച്ചസ്ഥലം വിളിച്ചു പറയാ, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. സാക്ഷാൽ വെളിച്ചം യേശു. ഇരുൾ മൂടിയ നിന്റെ കുടുംബത്തിൽ, അവൻ ഇരുണ്ടു കൂടിയ നിന്റെ ഹൃദയത്തിൽ, അവൻ ഇരുളുള്ളതായ ദേശത്ത് ദിവ്യ വെളിച്ചമാകുന്ന സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തിയാൽ സകല അന്ധകാരവും മാറും. അവളുടെ ഹൃദയത്തിൽ പ്രകാശനമുണ്ടെന്ന് പറഞ്ഞാൽ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ 5 പൈസ കൊടുക്കണ്ട, അരക്കാഴ്ച കൊടുക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. തേങ്ങ കൊടുക്കണ്ട, മാങ്ങ കൊടുക്കണ്ട, ചക്ക കൊടുക്കണ്ട, മാങ്ങ കൊടുക്കണ്ട, ഏത്തക്കല കൊടുക്കണ്ട, നെല്ല് വേണ്ട, അരി വേണ്ട, പൊരി വേണ്ട, അവൻ സ്വന്തം പൈസ വേണ്ട, വസ്തു വേണ്ട, ഒന്നും കൊടുക്കണ്ട. പൂവൻകോഴി വേണ്ട, പടക്കോഴി വേണ്ട, ആട് വേണ്ട, കന്നാലി വേണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട. എന്റെ ഭാഷ പറഞ്ഞ കയ്യും പൊക്കണ്ട, ഇരിക്കുന്ന ഇടത്തിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചാ മതി. യേശുവേ, ഞാനൊരു പാപിയാ. യേശുവേ, ഇന്ന് രാത്രി എന്റെ പാപം മോചിക്കണം. യേശുവേ, ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിൽ വരണം. ഈ രാത്രി ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കും? അവരെ രക്ഷിക്കുവാൻ വല്ലഭത്തമുള്ളവനാ നസറയനാകുന്ന യേശു. ഇന്ന് രാത്രി ആ യേശു നമ്മുടെ നടുവിലുണ്ട്. അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ഉള്ളത്തിലേക്ക് വന്നു. ഞാനെപ്പോഴും പറയാം, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. എപ്പോഴും ഞാൻ പറയുന്നത് അതുകൊണ്ട് ആവർത്തിക്കുക.
ഇന്നാൾ എന്നോട് ഒരാൾ പറഞ്ഞു, പിന്നെ ആവർത്തിച്ചല്ലോ. ഞാൻ പറഞ്ഞു, ആവർത്തിക്കുന്ന കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു പുസ്തകം തന്നെ തന്നിട്ടുണ്ട് ആവർത്തനം. ഇല്ലേ പിന്നെ ഒരു പുസ്തകം തന്നെ ആവർത്തനമാണ്. അപ്പൊ അത് കുഴപ്പമില്ല. ആവർത്തിക്കുന്നത് കുഴപ്പടിയാണ്. ഈ പുസ്തകം തരണോ? ഒരു പുസ്തകം തന്നെന്ന്. ആവർത്തന പുസ്തകം എത്ര അധ്യായമാ? എത്ര അധ്യായം? ഇവിടെ നോക്കിയാലും പറയടാ. എത്രയുണ്ടോ മോളെ? ഉറക്കെ പറ. മോടെ പേരില്ല. അക്ഷ പറഞ്ഞു 34. മോശമാ തുറന്ന് നോക്കി, അത് തന്നെ നോക്കി. ഞാൻ കണ്ട് തുറന്ന് നോക്കില്ല, നോക്കിയങ്ങ് അടക്കുകയും ചെയ്തു. അത് കറക്റ്റാ പറഞ്ഞു. അപ്പൊ ഈ 34 അധ്യായമുള്ള ആവർത്തന പുസ്തകം, ആവർത്തനം കുഴപ്പമല്ല. കുഴപ്പമാണ് ഒരു പുസ്തകം തരുമോ? എന്തുവാ ഈ ആവർത്തനം? ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത ഞാൻ പറയാം. അവൻ നീ ഒന്നുകൂടി ഇത് ഓർക്കണം. അതിനെ ആവർത്തനം ഓർക്കണം. എന്തോ ഓർക്കണം? ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്ത നന്മകളും ദൈവം തന്നെ നടത്തിയ വിധം ഒന്നും മറക്കരുതെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഒന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ ആവർത്തനം കുഴപ്പമല്ല. അതിലെ പൗലോസ് പറഞ്ഞു, ഫിലിപ്പിയ ലേഖനം 3:1 വായിച്ച്. ആവർത്തനം കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച്. പൗലോസ് എന്തോ പറഞ്ഞേക്കുന്നത് വായിച്ച്. ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നത്. അത് ആവർത്തനമാണ്. ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ ഈ ഇരിപ്പിരിക്കാതെ സന്തോഷിക്കേ. സ്തോത്രം. വള്ളം മുങ്ങിയതുപോലെ ഇരിക്കാതെ സന്തോഷിക്കേ. മിക്കവാറും നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷം എന്നാണെന്നറിയാമോ? ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധികം സന്തോഷമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. കാരണം യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു. യേശു അകത്ത് വരുമ്പോൾ സകല നിരാശയും മാറും. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോ ആനന്ദമേ. ഈ ഭൂമിയിൽ ഇത്രയോ സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ മതി ദൈവമക്കൾക്കാണ്. അപ്പൊ സന്തോഷത്തിനെന്ന് പിന്നെയും നിങ്ങളോട് പറയാം ആവർത്തനം. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാ, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവർ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നു. അല്ല, ഒന്ന് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം. പഴയ ബന്ധുക്കോസുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്, 2 കോഴി മുട്ട ഇട്ടാ കൊച്ചുങ്ങൾക്ക് കൊടുക്കുകയല്ല, ഉപദേശമാർക്ക് കൊടുക്കും. കടിഞ്ഞൂക്കോഴിയുടെ മുട്ട എന്ത് വേണ്ട ഉണ്ടമ്മേ? അമ്മയെ കടിഞ്ഞൂക്കോഴിയുടെ മുട്ട എന്ത് വേണ്ട കാണുമെന്ന് ഉറക്കെ പറയാമേ. അപ്പുറം അമ്മ പറ. നിങ്ങൾ ചിന്തിക്കുക, അയാൾ മുട്ടയുടെ ചരിത്രം പറയാൻ വന്നതാണോ? കടിഞ്ഞൂക്കോഴിയുടെ മുട്ട ചെറുതല്ലേ? ചെറുതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ആ കടിഞ്ഞൂക്കോഴി മുട്ടയിട്ടാൽ പഴയ അമ്മമാര് കേട്ടിട്ടുള്ളതാ. എടുത്ത് പാത്ത് വെക്കും. ഭൂമിക്കകത്തോ അരിക്കകത്തോ കലത്തിനകത്തോ ഒക്കെ എടുത്ത് പാത്ത് വെക്കും. കൊച്ചുങ്ങൾ ഇങ്ങനെ പരക്കം പാഞ്ഞടക്കാ ചെന്ന് പ്രാണം തല്ലി അമ്മയുടെ വാടി അടിക്കും. അമ്മയത് കൊടുക്കുകയല്ല, പാത്ത് വെക്കും. പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളൊക്കെയാ. ചിലപ്പോൾ നിങ്ങൾ അനുഭവസ്ഥരും ഉണ്ടായിരിക്കാം. സുവിശേഷ വേലയൊക്കെ കഴിഞ്ഞ് വരുന്ന ഉപദേശമാര് നടന്നും ക്ഷീണിച്ചു വെക്കുമ്പോൾ ഒരു ദേശത്ത് ഒരു വീടായിരിക്കും. ഇതുപോലെ അധികം ആൾക്കാരൊന്നും അന്നത്തെ കാലത്തില്ല. അവളത് ലക്ഷ്യമാക്കിയായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഉപദേശിച്ചിരിക്കുമ്പോൾ 2 മുട്ട പിള്ളേരറിയാതെ തന്നെ എടുത്ത് പുഴുങ്ങി. കട്ടൻ കാപ്പിയാ, പണ്ടൊക്കെ കട്ടൻ കാപ്പിയാ, ഇപ്പം ഒന്നുമല്ല. പോട്ടെ, കട്ടൻ കാപ്പി. കിഴക്കൻ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ കാപ്പിക്കുരു വിൽക്കും, തൊണ്ട് വറുത്ത് പൊടിച്ചതാ. ഹൈറേഞ്ചിലൊക്കെയാണ് ഞാനത് ചെറുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട്. കട്ടനും ഈ ചക്കര, ഒരു കഷണം ചക്കരയും തരും. ഇതിലൊരു കടി, ഒരു കടിക്ക് ഒരു കുടി കുടിക്കരുത്, ഒരു കടിക്ക് 3 കുടിയാ. ഓരോ കടിക്കും കുടിച്ചാൽ ചക്കര പെട്ടെന്ന് തീരും, ഇച്ചിരി തരുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയാ പണ്ട്.
ഇപ്പം അങ്ങനത്തെ വല്ല എല്ലാവരുടെയും പഞ്ചാര കൊണ്ട് വിൽക്കാൻ വരെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു 5 കിലോ വേണം യോഗം കഴിയുമ്പോൾ കടയിലുണ്ട്, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ആ നോട്ടം വരുമ്പം കാണുമ്പോൾ അറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ട് കാലത്ത് അതുപോലെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. പക്ഷെ അങ്ങനെ ദൈവദാസന്മാരെയും ദൈവമക്കളെയും സുവിശേഷ വേലക്കാരെയും മാനിച്ച അനവധി കുടുംബമുണ്ട്. ഒരു കാര്യം മുമ്പേ വായിച്ച വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഇതൊന്നും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അവിടുത്തെ വരവ് താമസിച്ചാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നിന്റെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് എല്ലാ നിലയിലും നിന്നെ മാനിക്കുവാൻ നിന്റെ ദൈവം വിശ്വസ്തൻ. അതാണ് നമ്മുടെ വിഷയത്തിൽ വരാ. ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നു. ഇനി നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം, അതാണ് ആ തീഷ്ണതയുടെ ഒരു വിശേഷണം. പ്രകാശനം ലഭിച്ച ശേഷം വായിച്ച 32 മുതൽ 10:32 മുതൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിൽ വന്നാൽ നിന്നെ അപമാനവും കൂത്തുകാഴ്ചയും ഉണ്ടെന്ന്. ഇപ്പൊ ആൾക്കാർക്കാവുന്ന അനുഭവിക്കുന്ന താല്പര്യമില്ല. എല്ലാവർക്കും സുഖകരമായി പോകണമെന്ന. അത് നടക്കുകയല്ല. നിന്ദയുണ്ട്, അപമാനമുണ്ട്, ആക്ഷേപമുണ്ട്, പരിഹസിക്കും. ഇപ്പൊ തന്നെ പരിഹാസമില്ലാത്ത, ഇപ്പൊ പരിഹാസമില്ലാത്ത പെന്തിക്കോസ്തുകാര അല്ലാത്ത കണ്ടാൽ തിരിച്ചറിയാലോ. അതുകൊണ്ട് പരിഹാസമൊന്നുമില്ല. പണ്ടങ്ങനല്ല. പണ്ട് വഴി പോകുമ്പോഴും വീട്ടിൽ വരുമ്പോഴും കല്യാണ വീട്ടിൽ ചെന്നാലും വിരുന്ന് വീട്ടിൽ ചെന്നാലും വഴി നടന്നാലും റോഡിൽ കൂടെ പോയാലും ബസ്സേ കയറിയാലും എവിടെ പോയാലും ഒരു ദൈവവൈദ്യം കണ്ടാൽ അറിയാം. അന്നേരം ആക്ഷേപം കിട്ടും. ഇപ്പൊ അറിയത്തില്ലല്ലോ. പെന്തിക്കോസ്തുകാര ഇതിന് ഏതാണെന്ന് വേർപാടില്ലെന്ന്. ബിലിയാം പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇസ്രായേൽ മക്കളെ നോക്കിച്ച് പറയുക, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവമക്കൾ എല്ലാ കാലത്തും ഏത് സ്ഥലത്തും എപ്പോഴും വേർപാട് പാലിക്കുന്നവരായിരിക്കണം. നാടോടുമ്പോ നടുവേ ഓടുന്ന മാർഗമല്ലത്. നീ അവൻ കേരളത്തിലാന്നേലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലാന്നേലും മറ്റു രാജ്യത്താന്നേലും അത് അമേരിക്കയിലാന്നേലും കാനഡയിലാന്നേലും ലോകത്തിന്റെ ഏത് രാജ്യത്ത് ഒരു ദൈവത്തിൽ വാർത്താലും നീ കർക്കശമായി വേർപാട് പാലിക്കണം. അത് വേദപുസ്തക പ്രമാണമാണ്. അതുകൊണ്ടല്ലയോ ആ എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തനാണെന്ന്. വായിച്ചോ 3:8. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്കെല്ലാം അറിവുള്ള വാക്യമായെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് മൈക്ക് കൊടുന്ന് വായിച്ചോ മനപ്പാസ്റ്റ്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഹാമാൻ പറയുന്ന കാര്യമുണ്ടല്ലോ, വായിര്. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ഒരു ജാതി ചിന്നിച്ചതറി, ഒത്തിരി ഒന്നുമില്ല, ചിന്നിച്ചതറി കിടക്കുന്നു. അടുത്തറ അവരുടെ ന്യായപ്രമാണങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുക. വേർപെട്ട ദൈവമക്കളോട് ഒരു കാര്യം പറയാ, നമ്മുടെ ആരാധനയും സംസാരവും രീതിയും നടപ്പും കൊടുപ്പും ഉടുപ്പും പോക്കും വരവും ഇരിപ്പും ആരാധനയും സംസാരവും ശൈലി എല്ലാം വ്യത്യസ്തമാണ്. ആരോട് പറയാനാണ്? ഉമ്മ കണ്ടക്ഷോഭം ചെയ്യാന്നല്ലാതെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കേട്ടതാ. ഇത് കേൾപ്പിക്കാനാണോ ഇയാള് നേരത്തെ ഇങ്ങോട്ട്? സ്തോത്രം. വേർപാട് പാലിക്കണമെന്ന് കാണുന്നതിന് എല്ലാത്തിൽ നിന്ന് തലയിടരുത്. അതൊന്നും ഞാനിപ്പോ പൊതുവിൽ പറയുന്നില്ല. കർക്കശമായ വേർപാട് പാലിക്കണം എല്ലാ കാര്യത്തിലും. അതെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ഇങ്ങനെ വേർപാട് പാലിക്കുമ്പോൾ നിന്നയും അപമാനവും ആക്ഷേപമുണ്ട്. അതാ എബ്രായലേഖനം. അങ്ങനെയൊക്കെ സഹിച്ചു നിന്നു. അപ്പൊ ആരംഭകാലത്ത് അവര് തീക്ഷ്ണതയോടെ നിന്നവരാ എബ്രായ വിശ്വാസികൾ. എന്നാൽ ഇടക്കാലത്ത് ഇവര് ക്ഷീണിക്കാൻ കാര്യം ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് പോഷത്വമായോ എന്നൊരു ചിന്ത അകത്തു കയറി. ദൈവത്തിന്റെ മഹത്വം. ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യെരൂശലേം പള്ളി വിട്ടു വന്നവരാ. മാത്രമല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും പിന്തുടർച്ചകൾ അതെല്ലാം വിട്ടേച്ചായിട്ട് വന്നത്. ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടേച്ച് ഇവര് നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നു. ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരാ. യേശുവിന്റെ കൂടെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പരിവക്കേടാണ് ഇവർക്കങ്ങ് തോന്നുക. കാരണം യേശുവിന്റെ മാർഗം കയറി കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല. അവൻ മിക്കപ്പോഴും യോഗം കഴിഞ്ഞ് വിശന്ന് പ്രാണം തല്ലിയാ പോകുന്നത്. അതുകൊണ്ടല്ലോ ശിഷ്യന്മാരെ ആരുടെയോ വയലിലിറങ്ങി കതിര് പറിച്ചു തിരിഞ്ഞു തിന്നത്. ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചെന്ന വിശപ്പ് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചിരിക്കുന്നു. കർത്താവ് അങ്ങനെ വിശന്ന ചത്തിയെ നോക്കി വല്ലതും കിട്ടുമെന്ന് കരുതി. സ്തോത്രം. ഇതെല്ലാം ഈ മാർഗത്തിന്റെ വിശേഷത. കരം കൊടുക്കാൻ കാശില്ല. സ്തോത്രം. അപ്പൊ ആരംഭ സമയത്ത് ഇവർ ഇറങ്ങി വന്നപ്പോ ഇവര് ചിന്തിച്ചത് വല്ലതൊക്കെ കിട്ടുമെന്നൊക്കെ ഓർത്താ ചെല്ലി. അങ്ങനെയാണല്ലോ ചെല്ലി വരുന്നത്.
എന്നോട് ഒരാൾ ചോദിച്ചു എന്തോ കിട്ടുവന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിക്കോസിൽ പോയാ പെന്തക്കോസ് എന്ന് പറയും, എന്തിക്കോസ്. ഇവനെ നേരും ചോദിലും പറയാൻ പോലും ബന്ദിക്കോസ്. ഇന്നാളെ നോട്ടീസ് കണ്ടു പെന്തക്കുസ്ത. എന്തുവാണ് ചുമ്മാ പെന്തക്കുസ്ത. ഒരു കാര്യം പറയാ, ഇത് പറയാൻ പോലും അറിയാൻ മേലെ ചിലർക്ക്. എന്നിട്ടാ ചോദിക്കുന്നത് എന്തോ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു കൃത്യമായിട്ടൊന്നും പറയാനൊക്കത്തില്ല. അയ്യോ അതിനും വേണ്ടമുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയാനൊക്കത്തില്ല, എന്നാലും ഞങ്ങളും വരാനാ. ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ട്, എന്നാലും പറഞ്ഞ് കൃത്യം പറയാനൊക്കത്തില്ല, അതിനും വേണം. ഞാൻ പറഞ്ഞേ ഇത് പുള്ളി തരുന്നതാ, ഞങ്ങൾ നമ്മൾ നല്ല പരിവർത്തനം നിൽക്കുന്നെങ്കിൽ ആവശ്യമൊക്കെ നടക്കും. വേറെ പുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ വൃത്തികേട് വല്ലതും കണ്ടാൽ പാളയം വിട്ട് പോവുകയും ചെയ്യും. നിന്റെ ആവശ്യം നടത്തി തരാൻ ദൈവം വിശ്വസ്തൻ. സ്തോത്രം. ഇന്ന് രാത്രിയിലും ആരെങ്കിലും ആവശ്യഭാരത്തോട് ഇതിനകത്ത് ഞരകുന്നുണ്ടെങ്കിൽ നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം അറിയുന്ന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അവര് പുലർത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഇവര് ഇതെല്ലാം വിട്ടേച്ച് അന്നേരത്തെ ഉണർവിനിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി വിട്ടുപോകുന്നത് അബദ്ധമാണ്. ആ പള്ളി പട്ടക്കാര് പുരോഗത വൃന്ദങ്ങൾ നിൽക്കുകയല്ലേ കൂറിന്റെ ക്രമത്തിൽ 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത വൃന്ദങ്ങൾ തലകെടുപ്പോടെ നിൽക്കുന്ന യെരൂശലേം പള്ളി മാത്രമാണോ സ്ഥാപന ജംഗമ വസ്തുക്കൾ, പള്ളി അതിന്റെ പരിസരവും, പിന്നെ പുരോഗത വൃന്ദങ്ങൾ, മഹാപുരോഗതൻ, കോടിക്കണക്കിന് വിലമതിക്കുന്ന ആ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ പള്ളിക്കകത്തുണ്ട്. ഇതെല്ലാം വിട്ടേച്ചായി വരുന്ന ജാതിയുടെ ശ്രേഷ്ഠത. യഹൂദ ജാതിയെ കണ്ടാൽ അറിയാം, അവർക്ക് ക്വാളിറ്റി ഒത്തിരി ഉണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ട് അവരുടെ വിശേഷതകളെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. 9-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ച്. റോമാലേഖനം 9-3 മുതൽ വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തുവാകാൻ ആഗ്രഹിക്കുമായിരുന്നു അവർ ഇസ്രായേലിയർ. പിന്നെ അപ്പോൾ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് യഹൂദന് മാത്രമുള്ളതാ. പുത്രത്വം, തേജസ്, നിയമങ്ങളുടെ ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ ഇതെല്ലാം അവർക്ക് മാത്രമുള്ളതാ. അടുത്തത് പിതാക്കന്മാരും അവർക്ക് മാത്രമുള്ളതാ. അടുത്ത വാക്യം ജഡപ്രകാരം ക്രിസ്തുവും. അപ്പൊ ഇതെല്ലാം ഇവരുടെ വിശേഷതകൾ. ഇത് വേറൊരു ജാതിക്കും കൊടുത്തിട്ടില്ല, ഒരു ജാതിക്കും കൊടുത്തിട്ടില്ല. ഇത് അവർക്ക് മാത്രമുള്ളതാ. ഇങ്ങനെ ജാതികൾ ശ്രേഷ്ഠത എല്ലാം കൊണ്ടും കുലീനത്വമുള്ളവര് ഉന്നതന്മാരാകുന്ന ഇവരിതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു. അവൾ ആരംഭ സമയത്ത് ആ സന്തോഷത്തോടെ വന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർക്കങ്ങ് തോന്നുക ഇറങ്ങിത്തിരിച്ചത് ഉപേക്ഷിച്ചത് അബദ്ധമായിരുന്നു. അപ്പൊ അബദ്ധമായെന്നുള്ള ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് ക്ഷീണിച്ചു. എബ്രായ ക്രിസ്ത്യാനികൾ ക്ഷീണിച്ചതിന് 2 വാക്യം. ആ സാധാരണ തെളിവ് 6:12 വായിച്ചു. ക്ഷീണിച്ചതിന് തെളിവ് ഒത്തിരി വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ സന്ദർഭം മറ്റ് 2 വായിച്ചാൽ മതി. 6:12 ആകയാൽ പാപം നിങ്ങളുടെ 6:12 എബ്രായ ലേഖനം. അവിടെ എബ്രായ ഇല്ലയോ നമ്മുടെ വിഷയം? അങ്ങോട്ട് മൈക്ക് കൊടുത്തു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പൊ മന്ദത ക്ഷീണിച്ചെന്നുള്ളതാ. വിശ്വാസത്താലും മന്ദതയെല്ലാം നീക്കുക നീനടിയാര് തന്നാരുൾ നല്ലുണർജകേ വന്നീടും ഒരു നിദ്ര മയക്കമീവ ഒന്നാകെ നീകിയെന്നിൽ അപ്പൊ ഇവര് ക്ഷീണിച്ചതിന് ഒരു തെളിവാണ് 6:12 വായിച്ചാൽ പാസ്റ്റേ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാനും ക്ഷീണിച്ചതിന്റെ തെളിവാ. അപ്പൊ തളർന്ന കൈയും കുഴഞ്ഞ 6:12 മന്നത, 12 തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാൻ. ഇപ്പൊ ക്ഷീണിച്ചു. ഇങ്ങനെ ക്ഷീണിച്ചവർക്ക് ഒരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായി, ഉപേക്ഷിച്ചത് അബദ്ധമായി. ഞാനൊരു കാര്യം സന്തോഷത്തോടെ പറയാം, ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 10-35 കൊല്ലത്തോളം ആകുന്ന കൃപയാല് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്.
ഇപ്പോഴും സങ്കടമാണ്, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. ഇതാ ഈ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മുഴുവൻ ഉപദേശം കൊടുത്തു, ഏറ്റവും നല്ല നമ്പർ 1 ഉപദേശം പെന്തിക്കോസ് ഉപദേശമാണ്. എന്റെ ശൈലിയിലാ പറയുന്നത് കേട്ടോ. നിങ്ങളെന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. നമ്പർ 1 ഉപദേശമായത്. ഇതിന്റെ വെല്ലാം വേറൊരു ഉപദേശമില്ല. പക്ഷെ ഇത് അനുഷ്ഠിക്കുന്നവരും ആചരിക്കുന്നവരും ആരൊക്കെയാണ് തന്നെത്താൻ ശോധന ചെയ്തു. പക്ഷെ ഇതിനെ വെല്ലാൻ വേറൊരു ഉപദേശമില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത് ഈ മാർഗത്തിൽ വരുവാൻ ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായെന്ന്. എനിക്ക് എല്ലായിടത്തും പെന്തിക്കോസാന്ന് പറയുകയും അറിയുകയും ചെയ്യുന്നത് വലിയ അഭിമാനമാണ്. എന്നുള്ള ഒരാൾ പറഞ്ഞു, ഇപ്പൊ പെന്തിക്കോസുകാരാന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. എവിടെയും ഞാൻ എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം അപ്പം കാവാലത്ത് വെച്ച് നടത്തുക. അപ്പം കാവാലത്ത് വന്നിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം, അവിടെ വലിയ സൗകര്യങ്ങൾ അങ്ങനെയുള്ളതില്ല. അപ്പം ഒരു ഓഡിറ്റോറിയമോ പാരീഷ് ഹാളോ വേണം. അപ്പൊ ഞാനും 1-2 സഹോദരന്മാരും കൂടെ 1-2 സ്ഥലങ്ങളിൽ ചെന്നപ്പം തരത്തില്ലെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാർക്ക് അതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ മാനിക്കുന്നവരുമുണ്ട്. അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്ത് വേറെ 2 സഹോദരന്മാരും കൊണ്ട് ചെന്നപ്പോൾ അതിന്റെ ചുമതലപ്പെട്ട ആള് ഇറങ്ങി വന്നു. ഞാൻ ഈ പരുവത്തിനാ ചെന്നേ. അപ്പം ചെന്നപ്പോൾ ചോദിച്ചു എന്നെ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് എൻഗേജ്മെന്റ് നടത്താനാ പാരീഷ് ഹാള്. പുള്ളി ആദ്യം ഒന്ന് നോക്ക് കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നതാ. പക്ഷെ പുള്ളി ഒരു മോശമാണ്. അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുക, നിങ്ങൾ പെന്തിക്കോസ് അല്ലേ? ഞാൻ പറഞ്ഞു പെന്തക്കോസ്ത. അപ്പൊ നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി തരാതിരിക്കാനാ. ഞാൻ പറഞ്ഞു, പാടുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, കൈ പഠിച്ച് പാടും, ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യും. എന്നാ നിങ്ങൾക്ക് തരികയല്ല. എന്നാ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാൽ നല്ല മനുഷ്യരും ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. അല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ ഓരോ ഇടലകള്. എല്ലായിടത്തും ഉണ്ട്, നല്ല മനുഷ്യരും ഉണ്ട്. എല്ലാ വിഭാഗത്തിലും നല്ല ആൾക്കാരുണ്ട്, ഇല്ലേ? ഉണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ചില ഹൈന്ദവരായ ചിലരെ അറിയാം. ഈ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചില ക്ഷേത്രത്തിലെ ശാന്തിക്കാര് പൂജാരിമാരെ പരിചയമുണ്ട്. ചിലക്ക് എന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു ശാന്തി നല്ല മനുഷ്യനായിരുന്നു. എന്തോ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാമോ? നമ്മൾ വാസുദേവൻ ശാന്തി. അപ്പൊ അദ്ദേഹം ആ പൂജയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട് വെളിയനാടാണ്. അപ്പൊ ഇപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം വളരെ വിനയവും ശാന്തതയും സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുക, തിരുമേനിയോടും ഞാൻ വീട് വരും. വളരെ വിനയം. അത് അഭിനയമല്ല കേട്ടോ, വിനയമാണ്. നമ്മള് വിനയമൊന്നുമില്ല, അഭിനയമാണ്. ചിലമുണ്ട്, ചില നമ്മളെ കാണുമ്പോ കണ്ടിട്ടില്ല. നമ്മളവർക്ക് ഇവൻ വലിയ വിഷവുമാണ്. ചുമ്മാ അഭിനയമാണ്. കണ്ടില്ലേ? അവൻ അങ്ങോട്ട് മാറി ഗാർഗിലിൽ ഇട്ടതിന് മുന്നിലായിരുന്നത്. ആ മനുഷ്യനെ അഭിനയമല്ല, വിനയം. എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ്. നമ്മൾ ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി പറയാം. നമ്മുടെ ചില ആൾക്കാരോട് സംസാരിച്ച് എല്ലാവരും എന്നെ ചിലര് എവിടാ വീടാ, ഏത് സഭയാണ്, ഞങ്ങളുടെ സെന്ററാണോ? എല്ലാവരുടെയും കാര്യമല്ല. ഒരു മയമില്ലല്ലോ അതിന്റെ കാര്യം ഞാനും പറയാം. ഉള്ള മൂരിയിറച്ചി ഏട്ടക്കൂരിയും വെട്ടി അറിഞ്ഞ് ഈ രക്തത്തോടു കൂടി മാംസം തിന്നരുത്, രക്തത്തിൽ ജീവനുണ്ടെന്ന്. ഈ മാസയോധനുള്ള യോധനെല്ലാം മൂരിയെ അറത്ത് ഇത് നന്നായിട്ടൊന്നും കഴുകുന്നില്ലെന്ന്. ചുമ്മാ വലിയ അണ്ടാവിനകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ട് ബാന്ന് വെച്ചാലൊന്നും ഇതിന്റെ രക്തം പോകുകയല്ല. കൈയിട്ട് കറക്കിയാൽ എങ്ങനെയാണുള്ള രക്തം പോകുന്നത്? ഇത് എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു 10-15 ആവർത്തിയെങ്കിലും നന്നായിട്ട് ഞെരടി. എന്നാലും പിന്നെ ജീവൻ രക്തത്തിലാ, കാളയുടെ ജീവൻ ഈ രക്തത്തിലാ.
അത് നമ്മൾ കളയുന്നില്ല. ഏതേറെ ജീവൻ അതിന്റെ രക്തത്തിൽ അത് കളയുന്നില്ല. ഇത് മുഴുവൻ അറിഞ്ഞ് പിടിച്ച് അതല്ലേ ഒരു കമ്മിറ്റി കുടിക്കുക, ഉടനെ മൂരി ഇളകുമ്പോഴല്ലേ ഇളകുന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പോത്താണെങ്കിൽ ഇവൻ കുത്തും സൂച. അയ്യോ പോത്തിന് ഏത്തക്കാ കണ്ട വളരെ ഒരു ആള് പറഞ്ഞപ്പോൾ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചാവല്ലോ. അമരകോശം വലിയ കട്ടിയുള്ളതാ, അത് വായിക്കുന്ന സ്ഥലമാണ്. എരുമയുടെ പൃഷ്ഠഭാഗത്ത് മഴയൊന്നുമില്ലെന്ന്. അപ്പൊ അകത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് പ്രകൃതം ഉണ്ടാകും. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് എന്ത് ആ ശാന്തിക്കാരനായെന്നറിയാം അങ്ങനെ സംസാരിക്കുന്നത്. കഴിക്കുന്നെല്ലാം ചീരയില, ഓമയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, വെയിലടിക്കുമ്പോഴേ അത് പാടുന്ന. നമ്മുടെ ആൾക്കാർ പലതും കഴിക്കുന്നത് ഇവിടെ രാത്രി കൊണ്ട് പോത്തിന് നിർത്തി ഒറ്റ അടിച്ചാല അവിടെ കിടക്കുന്ന പോത്ത് അതിൽ ചിറച്ചേച്ചി ഇപ്പൊ അതിന്റെ എല്ലും കൂടെ അങ്ങ് അറഞ്ഞിരിക്കുക. മയമൊന്നുമില്ലെന്ന്. ഇത് കഴിച്ചെല്ലാം മൂരിയുടെ ഊരാണ്. ആട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല, എന്തിനായാലും അധികം വിവരിക്കുന്നേ. ഒരു കാര്യം പറയാം, ഇവർ ആരംഭകാലത്ത് വളരെ തീക്ഷ്ണതയോടെ നിന്നവരാ. ഇതെല്ലാം വിട്ടച്ച് വരെ ഇറങ്ങി. പക്ഷെ ഇവരുടെ ഒരു ചിന്ത അബദ്ധമായോ? കാരണം നസ്രായ മാർഗത്തിലാണ് വന്നേ. നസ്രായൻ എങ്ങനാ? ഒന്നുമില്ലാത്തവനാ, ദൈവത്തിന് മഹത്വം, നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നവനാ. ഏറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, അവൻ കരം കൊടുക്കാൻ കാശില്ല, അവൻ പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട നസ്രയനാകുന്ന യേശു അപ്പൊ ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നത് അബദ്ധമായി. അങ്ങനെയുള്ളവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ്. ഇവര് ക്ഷീണിച്ചു. രണ്ടു മാറ്റം ഉറപ്പിച്ചല്ലോ. ഒന്ന് മന്നട, രണ്ട് തളർന്ന കയ്യും കുടഞ്ഞ മുടങ്ങാലും. ഇങ്ങനെ ക്ഷീണിച്ച് അവശതപ്പെട്ടു പോയവരോട് പറയുക, നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, വേണ്ടാന്ന് വെച്ചതൊന്നും മണ്ടത്തരം. ഞാനൊരു കാര്യം ബെന്തിക്കോസിലെ സഹോദരിമാരോട് പറയാം, കുഞ്ഞുഞ്ഞമ്മേ, നീ കമ്മലും മാലയോ ഊരിയോ ഒന്നും മണ്ടത്തരമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വേറ്റോ ഒപ്പോ മണ്ടത്തരം ഒന്നും പറഞ്ഞേക്കരുത്. ഒന്നാമത്തെ കാര്യം പറയാൻ, കരിഞ്ഞും ഭൂമിയും നടക്കരുത്. നിന്റെ കൂടെ ഒരു പൂജാൻ പോലും വരികയല്ല. നല്ല തടിപ്പുറത്തെ വെടി പോലെ നീ നടക്കണം. എന്റെ യേശു എന്നെ രക്ഷിച്ചു, എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ഈ മാർഗത്തിൽ വന്നതായി എനിക്ക് സന്തോഷം. ഇതിനകത്ത് വന്നതായി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത്. ഈ സന്തോഷത്തോടെ എവിടെയും യേശുവിനെ സാക്ഷിക്കണം. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഷെയ്പ്പില്ല. പിന്നെ ഞാനിങ്ങനെ എടുത്തത് ഈ വെള്ളം ഇട്ടുകൊണ്ട് ഇച്ചിരി എടുപ്പുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഇടുകാന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് എടുപ്പ് വന്നേനെ. നമുക്കൊരു നല്ല ഷെയ്പ്പ് ഇല്ല. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം അരിശം കയറിയായിരിക്കുന്നത്. ഞാൻ വന്നപ്പം മുതൽ നോക്കുക, എന്തൊക്കെ കണ്ണാടിയിലും കൂടെ നോക്കിയാൽ അരിശം കയറിയാണെന്ന്. ഷെയ്പ്പില്ല. നിരാശപ്പെടുക നമ്മളുടെ ഷെയ്പ്പ് മാറും. ഞാനല്ല മാറ്റുന്നത്, കാരണം തോന്നിക്കും, അതാരാ മാറും. സ്തോത്രം. ഈ ഷെയ്പ്പുകളെല്ലാം അങ്ങ് ഇപ്പൊ ഒരു ചിലപ്പോൾ സന്തോഷം വരുന്നുണ്ട്. സ്തോത്രം. ഈ ഷെയ്പ്പുകളെല്ലാം മാറും. ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുമല്ലോ, സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്.
ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഷെയ്പ്പ് കേടാൻ കൊടുത്ത് നിരാശപ്പെടരുത്. നമ്മുടെ ഷെയ്പ്പെല്ലാം മാറി നല്ല ഷെയ്പ്പോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സുദിനമുണ്ട്. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നപിക്കാം മരിച്ചു അരുണ തുന്നമ പുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ, അരുണ തുന്നമ പുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവരോട് പറയാ അടുത്തുവാ എന്ന് പറയാൻ കാര്യം അകന്നിരിക്കുക. അകന്നിരിക്കുന്നത് കൊണ്ടാ പറഞ്ഞ അടുത്തോട്ട് വരാൻ. അപ്പൊ അടുത്തോട്ട് വാ എന്ന് പറയാൻ കാരണമുണ്ട്. ഇവര് അകന്നു പോയി. അകലാൻ പല കാരണമാണ്. ആ കർമ്മീയ ജഗത്ത് അകലാനുള്ള കാരണം ഒന്ന് ദുർമനസാക്ഷി അകലാനുള്ള കാരണം. രണ്ട് ഒരു നല്ല ഹൃദയമില്ല, ശുദ്ധ ഹൃദയമില്ല. വേറൊരു പദമുണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ്. അപ്പം ദുർമനസാക്ഷി അവർ രണ്ട് കാരണത്താൽ ഇവരാകുന്നു. ഒന്ന് ദുർമനസാക്ഷി, രണ്ട് ശുദ്ധ ഹൃദയോ ഇല്ല. ഞാനൊരു കാര്യം ദൈവമക്കളോടും കേൾക്കുന്നവരോടും കേൾവിക്കാരോടും പറയുക. ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും ഒന്നും കിട്ടിയില്ലെങ്കിലും അങ്ങാടിയിൽ വന്നനോ പള്ളിയും മുഖ്യാസനോ ആൾക്കാരെല്ലാം റെബുനി എന്നൊന്നും വിളിച്ചില്ലെങ്കിലും നീ സഭയുടെ സെക്രട്ടറിയോ ട്രഷറോ അവൻ കമ്മിറ്റിയിലോ കോൺഗ്രസിലോ കുന്തത്തിലോ ഒന്നും ഇല്ലെങ്കിലും നിനക്ക് നല്ലൊരു ഹൃദയം വേണം. മറ്റുള്ളവരെ കരുതുവാനും ആദരിക്കുവാനും സ്നേഹിപ്പാനും ഒക്കെ ഒരു നല്ല ഹൃദയം ഉണ്ടായിരിക്കണം. ഈ ചിലർക്ക് ഹൃദയമില്ലത് അവരുടെ കുഴപ്പമല്ല. ഹൃദയം കർത്താവിന് കൊടുത്തേച്ചിരിക്കുക. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ 82 കൊടുക്കണം. ജോർജ് പിള്ളയുടെ കാലത്താണ് ഞാൻ അറിയാമല്ലോ. പിന്നെ ജോർജ് പിള്ളാച്ചാൻ ഇവിടെ വന്ന് പണ്ട് യോഗം നിർത്താം. അന്ന് ഞാൻ അല്ല പുള്ളിക്ക് കൊടുത്തില്ലല്ലോ, വലിയ കാര്യം അല്ല. ഹൃദയമില്ലെന്ന് പലർക്കും കൊരങ്ങൾ വന്നല്ലേ പറഞ്ഞ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഹൃദയം ഒന്നും അങ്ങനെ കൊണ്ടുപോകും. ഇതെവിടെ വെച്ചാ പറഞ്ഞേ? പുഴയുടെ നാടൊക്കെ വെച്ചു. മുതലച്ചിക്ക് കൊരങ്ങന്റെ ഹൃദയം വേണം എന്നും വന്ന് ലോഹ്യമൊക്കെ പറയുന്നതല്ലേ. സ്കൂളിൽ കൊണ്ട് പഠിച്ചതാ, പടം വെച്ചാ നമ്മൾ പഠിച്ചത് ഇല്ലേ. മുതല ഇങ്ങനെ പുഴയെ കൂടെ പോകുന്നു, പുറത്ത് കുരങ്ങൻ പഠിച്ചു വന്നപ്പം മുതല പറഞ്ഞ ഹൃദയത്തിനാണ്. ബുദ്ധിമാനായ കുരങ്ങൻ പറഞ്ഞു, എന്നാ പിന്നെ അത് ഇറങ്ങിയപ്പോ പറയണ്ടേ. അതിനെ ഞാൻ വെളിയിലോട്ട് പോകുമ്പോ അങ്ങനെ ഹൃദയമൊന്നും പിന്നെ എങ്ങനെ ആദ്യം വരത്തിന്റെ വേണ്ടി കെട്ടിവെച്ചേക്കും. തിരിച്ചു വിടാൻ പറഞ്ഞു. തിരിച്ചു വന്ന് പറയാൻ ചാടി കയറിച്ച് പറഞ്ഞു പാട്ടം പാടി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഹൃദയം ഉണ്ടെന്ന് എനിക്കങ്ങ് തോന്നുന്ന. അമ്മായിയമ്മയെ വീട്ടിൽ കയറ്റുന്നില്ലല്ലോ, നിനക്ക് ഹൃദയമില്ലല്ലോ. അമ്മായിയമ്മ അനാഥരല്ലേ, തള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്തവളാ. ചത്ത് കഴിക്കുമ്പോൾ ഉമ്മ കൊടുക്കാം, മാറി മാറി ഉമ്മ കൊടുക്കാം. എന്നാല കാര്യങ്ങളിൽ ഇടിക്കണം എന്നല്ലാതെ മൂച്ചുള്ള പെണ്ണുങ്ങൾ കാണും നാട്ടില്. സൂക്ഷിച്ചു വേണം ഉമ്മ നോക്കാൻ. സ്ഥലവും പേരും ഒന്നും ഞാൻ പറയുന്നില്ല.
പറഞ്ഞാൽ ചിലപ്പോൾ തോമമ്പാർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പുള്ളിക്ക് ചില കാര്യം അറിയാം. പെറ്റതള്ളക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു, പെറ്റതള്ളക്ക് വെള്ളം കൊടുക്കുകയല്ലായിരുന്നു. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ വെക്കാൻ നിൽക്കുക. നാട്ടുകാർ പെണ്ണുങ്ങൾ കയ്യെ പിടിച്ച് നിൽക്കുക, അല്ലെ അലയ്ക്കും ആക്ഷൻ. ഞാൻ അന്നേരം ചോദിച്ചു, ഞാൻ പറഞ്ഞു കയ്യെന്ന് വിടും, അലയ്ക്കട്ടെന്ന് പറഞ്ഞു. അവർ കയ്യെന്ന് വിട്ടു. നമുക്ക് നിൽക്കുക എല്ലാം പ്രകസനം. എടാ, സ്വന്തം പെറ്റതള്ളയുടെ ഡെഡ് ബോഡി എടുത്തോണ്ട് ആ വളവ് തിരിഞ്ഞില്ല. അതിന് മുന്നേ ഒന്നാം തരം ഭേഷായിട്ട് ഭക്ഷണം കഴിക്കുന്നു, മോനും മരുമകളും കൂടെ. ഷുഗറൊന്നും ഉണ്ടായിട്ടല്ല, അത് സങ്കടത്തോടും അല്ല കഴിക്കുന്നത്. കഴിപ്പ് കാണുമ്പോൾ അറിയാം, അന്ന് ഞാൻ വിവരിക്കുന്നില്ല. അല്ല, അങ്ങനെ ഹൃദയമില്ലല്ലോ. സഹോദരങ്ങളോട് മിണ്ടാത്ത ആൾക്കാരില്ലേ, സ്വന്തം സഹോദരങ്ങളോട് മിണ്ടാത്ത ഹൃദയം മനസ്സില്ലല്ലോ. ഉണ്ടോ ക്ഷമിക്കാൻ? ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനമല്ല വിഷയം, നല്ല ഹൃദയം വേണം. സ്തോത്രം. അല്ല, പുസ്തകത്തിലെ വാക്യം അങ്ങനെ കർത്താവ് പഠിപ്പിച്ചത് ഹൃദയശുദ്ധി ഉള്ളവർ അവരാ ദൈവത്തെ കാണുന്നത്. കാണുന്ന സഹോദരനെ കാണാത്ത നീ ഏത് ദൈവത്തെയാ കാണുന്നേ? കാണുന്ന സഹോദരനെ മിണ്ടുകയല്ല, സ്നേഹിക്കുകയല്ല. കാണാത്ത ദൈവത്തെ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പുറത്തുകാരനൊന്നും മിണ്ടുകയല്ല, രാവിലെ ഇറങ്ങും തമ്പിയുടെ ഹൃദയമായിട്ട്. എടാ, തമ്പിയുടെ ഹൃദയമല്ല, നിന്റെ ഹൃദയം ശരിയാ. നീ എന്തിനാ തമ്പിയുടെ ഹൃദയം? രാവിലെ അങ്ങ് ഇറങ്ങുക, അപ്പുറത്തുകാരന് മിണ്ടുകയല്ല. അവിടെ ചോദിക്കാം, ഇനിയും ട്രാക്ട് ഉണ്ടോ? ഒരു ലോഡ് കൂടെ. എന്തിനാടാ ഈ ലോഡ് കണക്കുന്നത്, വിറ്റ് കണക്കുന്നത്? ആദ്യം സഹോദരനെ സ്നേഹിക്കേ. സ്തോത്രം. ഉണർവെല്ലാം പോയല്ലോ, അല്ല പോകുമല്ലോ. നല്ല ഹൃദയം വേണ്ടേ? ആസാബ് പാടിയ സങ്കീർത്തനം നിങ്ങൾക്കറിയാം, മനപാഠമാ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. നിശ്ചയം നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവം നല്ലവനൊരു പാദം. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവം നല്ലവനൊരു പാദം. എന്നാൽ ദുർമതികൾ സൂക്ഷിക്കല്ല ഇടറിയ നമുക്ക് നല്ലൊരു ഹൃദയം ഉണ്ടായിരിക്കണം. അപ്പൊ ഓടിച്ചു പറയാ, രണ്ട് കാരണത്താൽ ഇവർ അകന്നു പോയി. ഒന്ന്, മനസാക്ഷിയില്ല. രണ്ട്, നല്ല ഹൃദയമില്ല. ഇവർ അകന്നു പോയി. അകത്തോട് അടുത്തുവാ. അപ്പൊ അകന്നു നിൽക്കരുത്, മറന്നു നിൽക്കരുത്, ഒളിഞ്ഞു നിൽക്കരുത്, മാറിക്കളയരുത്. ഇന്ന് രാത്രി നിങ്ങൾ അടുത്തു വരണം. അടുത്തു വരാൻ ആഹ്വാനം മുഴക്കുമ്പോൾ അവർ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ വിളിക്കുന്നത്. എല്ലാം വിസ്തരിക്കുന്നില്ല. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീർത്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അകന്നു നിൽക്കരുത്, ധൈര്യത്തോടെ നീ അടുത്തു വാ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന് ആ തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഇന്ന് രാത്രി തന്നെ ഒരുക്കിയിട്ടിരിക്കുക.
അവിടുത്തെ ശരീരം ഉടുവയാൽ പോലെ മുതുകി നീളത്തെ കീറി മുഖത്തെ രോമമെല്ലാം പിടിതെടുത്തു. മുൾക്കിരിയുടെ ധാരിയായി കണ്ണുവരെ പുറത്തോട്ട് തള്ളി മുഖത്ത് കാർക്കിച്ചു തുപ്പി കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കന്നത്തടിച്ചു, പരിഹസിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. അവൻ കുനിയപ്പെട്ട് നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുതുകത്ത് കഠോരഹൃദയന്മാരാകുന്ന ദാക്ഷിണ്യമില്ലാത്ത റോമൻ പടയാളികൾ ഈയക്കട്ടയും ഉൾക്കൊളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി കുതിരയുടെ തോല് നാരുനാരായി കീറി അത് പിരിച്ചെടുത്ത ചാട്ട കൊണ്ട് അടിച്ച് ആ ചാട്ട പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് അവൻ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പറയുക, അവിടുത്തെ മുതുക ഉടമയാൽ പോലെ നീളത്ത് കീറി. കുട്ടനാട്ടുകാരോടും ആ കരുമാറ്റക്കാരോടൊന്നും അവൻ ചാലി തീർന്ന കാര്യം ഞാൻ പറയണ്ട. ഉടമയാൽ പോലെ നീളത്ത് കീറി അങ്ങനെ ദേഹമെന്ന നിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് എന്റെ സ്നേഹിത, സുഹൃത്ത്, മാതാവേ, പിതാവേ, അടച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കരുത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ യേശു ഈ പങ്കപ്പാട്ട് സാധിച്ചത്. അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അടുത്തു വാ. കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. മടിച്ചു നിൽക്കരുത്. നീ ധൈര്യത്തോടെ മുമ്പോട്ട് വാ. കാരണം ചൂണ്ടിക്കാണിക്കുക, യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിരിക്കുക. ഈ വഴി ആരുടെയും കുത്തകയല്ല, കുടുംബ കുത്തകയൊന്നുമല്ല, ഒരു സഭയുടെയും കുത്തകയല്ല, കത്തോലിക്കന്റെ കുത്തകയല്ല. ഈ വഴി യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത, ലത്തീന, ലണ്ടന്, പെന്തിക്കോസ്, ബ്രദർ, CMS, ആംഗ്ലിക്കൻ, ഒത്തിരി ഉണ്ടല്ലോ. ഇനിയുണ്ടല്ലോ. എന്റെ വായിക്കൊണ്ടത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇവരുടെ ആരുടെയും കുത്തകയല്ല ഈ വഴി. ഈ വഴി ഉണ്ടായത് യേശു ക്രിസ്തു തന്നെ തിരുശരീരം അവ ചീന്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ പുത്തൻ വഴി. അതുകൊണ്ട് ഇന്ന് രാത്രി അടച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, ആരെയും നോക്കണ്ട. ഇന്ന് രാത്രി തന്റെ കിടത്തോടെ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ വാ. നിനക്കും നിന്റെ കുടുംബത്തിന് ഇന്ന് രാത്രി രക്ഷയാ. ദൈവത്തിന് മഹത്വം. ഓടിച്ചവസാനിപ്പിക്കുക. 3 കാര്യം ചൂണ്ടിക്കാണിച്ച ഇവരെ അടുത്തോട്ട് വിളിക്കുന്നത്. 2 കാരണത്താൽ അകന്നു പോയത്. 1 ദുർമനസാക്ഷി, 2 നല്ല ഹൃദയവും ഇല്ല, ഒന്നും വിവരിക്കുന്നില്ല. 3 കാര്യം കാണിച്ചവരെ ഇങ്ങോട്ട് വിളിക്കുന്നു. 1, യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വാ. എന്തിനാ വിളിച്ചു നിൽക്കുന്നത്? 2 പരിശുദ്ധ രക്തം, യേശുവിന്റെ പരിശുദ്ധ രക്തം. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. നിങ്ങളുടെ അകൃത്യങ്ങളിൽ രക്താംബരം പോലെ ഇരുന്നാലും, എത്ര കടിഞ്ഞൂപ്പായിട്ടിരുന്നാലും അത് ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. ഈ രക്തം നിനക്ക് പാപശാന്തി ഉണ്ടാക്കും. ഈ രക്തം നിനക്ക് രോഗശാന്തി ഉണ്ടാക്കും. ഈ രക്തം നിനക്ക് സമാധാനം നൽകുന്ന രക്തം. ഈ രക്തം വിലയേറിയ രക്തം. ഇത് പുണ്യാക രക്തം. ഇത് സംസാരിക്കുന്ന രക്തം. ഇത് ആട്ടുകൊറ്റന്മാരുടെയും കാലക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തെളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ആരാധിക്കാൻ നമ്മളെ യോഗ്യരാക്കി തീർത്ത രക്തമാണ്. ഈ രക്തം വിലയേറിയ രക്തമാണ്. ഇത് പുണ്യാക രക്തമാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ജയം തരുന്ന രക്തമാണ്. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടികുടിയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, സുഹൃത്ത്, ആത്മഹത്യ, മദ്യപാനം, ലഹരി പദാർത്ഥം നേടിവിടുന്നത്, റെയിൽവേ പാളത്തിൽ തലവെക്കുന്നത്, പരാമർശിക്കുന്നത്, കൂടിച്ചാകുന്ന നല്ല പരിഹാരം യേശുവിലുണ്ട്. ഇന്ന് രാത്രി നീ കടന്നു വാ. യേശു നിന്നെ സ്നേഹിക്കുന്നു.
അപ്പൊ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിളിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരുശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. അറച്ചു നിൽക്കാതെ വാ. സ്തോത്രം. ആരോടും ആലോചനയൊന്നും ചോദിക്കണ്ട, ഇങ്ങ് വന്നാൽ മതി. സ്തോത്രം. വന്നാൽ മതി. യേശു നിന്നെ രക്ഷിക്കും. 2, പരിശുദ്ധ രക്തമുണ്ട്, സകല പാപങ്ങളും പോക്കുന്ന രക്തം. 3, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. സദാ പക്ഷപാതം ചെയ്യുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുക. അതെന്തിനാ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നത്? വേറെ ആരും വാദിക്കാൻ ഇല്ല. ഇവിടെ എല്ലാം കാശ് കൊടുത്ത ഉടനെ മറിയും. കാശ് കൊടുത്ത അന്നേരം മറിയുമെന്ന്. സ്തോത്രം. എല്ലാവരും മറിയും. ഒരു 99% ആൾക്കാർ, 100 ഞാൻ പറയുന്നില്ല, ഉണ്ട്, ചിലരുണ്ട്. 99 മറിയുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ആരും പക്ഷം പിടിക്കാൻ കാണുകയില്ല. നിരാശപ്പെടരുത്. നിന്റെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് 3 കാര്യങ്ങൾ കാണിച്ചാൽ അടുത്തോട്ട് വിളിക്കുന്നത്. പിന്നെ അടുത്തോട്ട് വരുമ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു. 2 വിധത്തിലുള്ള ക്രമീകരണമുണ്ട്. 1, ആന്തരിക ശുദ്ധീകരണം. 2, ബാഹ്യ ശുദ്ധീകരണം. അതിനും ഓരോ വാക്യമുണ്ട്, എടുത്ത് വായിപ്പിക്കുന്നില്ല. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണം അവിടുത്തെ ഒരു പ്രയോഗമുണ്ട്. ഹൃദയങ്ങളെ തളിക്കണം. ഹൃദയഭാഗത്താണല്ലോ ആണല്ലോ. അപ്പൊ അകത്തെ ശുദ്ധീകരണം. ഹൃദയങ്ങളെ തളിക്കണം. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. ഉച്ചിന്തയും പകയും പിണക്കവും സകല കുഞ്ഞായ്മ ഇതിനകത്തായിരിക്കുന്നത് ഇല്ലേ? ഇത്ര വലിപ്പമൊക്കെ ഉണ്ടെന്ന സയൻസ് പഠിച്ചവര് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല, പഠിച്ചവര്. അടുത്തതല്ലേ മോളെ? അത് കാണിക്കും ഇച്ചിരി വെള്ളം, അത്ര ഒന്നുമല്ല. ഇത്ര വലിപ്പം ഉണ്ടെന്നാ കാണുന്നത്. ഒരു ചെറിയ ചരിവൊക്കെ ഉണ്ടെന്നാ, 4 അറയൊക്കെ എന്നാ പറയുന്നത്. പക്ഷെ ഇതിനകത്തില്ലാത്ത നാശക്കൊള്ളി ഇല്ലേ? എന്തെല്ലാം സാധനമാണ്. ഇതെല്ലാം വെച്ചോണ്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നത് ഊറി. ഇതെല്ലാം അകത്തിരിപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവിടെ വന്ന് ശരിയാകണം. ഈ ഹൃദയത്തിനകത്ത് പക, വിദ്വേഷവും പിണക്കവും ഒക്കെ ഉണ്ട്. ചെലിപടത്തിലെ യോഗമായതുകൊണ്ട് ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല. ചില സഹോദരിമാരും ചില സഹോദരന്മാരും പറഞ്ഞ പാസ്റ്റേ, ആരോട് മിണ്ടിയാലും ഞാൻ അവനോട് മിണ്ടുകയില്ല. അതിനാ എന്നോട് ചെയ്തതിൽ എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടൊന്നും മിണ്ടുന്നില്ലല്ലേ? ഇല്ല, ഇതിന്ന് കഴിയട്ടെ. അത് കഴിയുന്നതിനെ നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? കഴിയിടാന്ന് ആൾക്കാർ ചാകുന്നത്. പണ്ടൊക്കെ ചാകുമ്പോൾ ഇപ്പൊ എല്ലാം പെട്ടെന്നാ സൈലന്റ് ആണെന്നാ പറയുന്നത്. പുള്ളിയാ സൈലന്റ്. ലോകത്തിനും പുള്ളി സൈലന്റ് ആയിരുന്നു. അതെ, വലിയ അനക്കോ ആവിയൊന്നും ഇല്ല. അങ്ങനെ എല്ലാം സൈലന്റാ. ദൈവത്തിന് മഹത്വം. ഏത് മനുഷ്യനും ഉറച്ചിരുന്ന ശ്വാസമാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാ, ഇതിനകമെല്ലാം ശരിയാകണം. അത് ആ ഹൃദയങ്ങളിൽ തളിക്കണം. ആന്തരിക ശുദ്ധീകരണം, അത് യേശുവിന്റെ രക്തം. 2, ബാഹ്യ ശുദ്ധീകരണം. അതിന്റെ വാക്യമാ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അങ്ങനെ പ്രയോഗം. ശുദ്ധവെള്ളത്താൽ ശരീരം. ശുദ്ധവെള്ളം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനം, അതായത് ശുദ്ധവെള്ളം. കാരണം നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിന്റെ വരി പാടുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ദൈവവചനമാണ്. ഇങ്ങനെ പാട്ടിന്റെ വരി പോഷിപ്പിക്കാം നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം നിത്യം കുടി. അപ്പൊ ശ്രദ്ധിക്കുക, നിർമ്മല തോയം. തോയം വെള്ളം, സലിലം, ജലം, തോയം, ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായം. അപ്പൊ നിർമ്മല തോയം ശുദ്ധവെള്ളം. അതാണ് വാക്യം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം എന്ന് പറഞ്ഞാൽ ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ, ബാഹ്യ ശുദ്ധീകരണം നിർമ്മലമായ ദൈവത്തിന്റെ വചനത്താൽ. അതുകൊണ്ട് ഞാൻ ദൈവദാസന്മാരോടും കൂടെ കൽപ്പിക്കുകയല്ല, ഒരു ദൈവദാസൻ എന്നുള്ള കൂട്ടുവേലക്കാരൻ, കൂട്ടുമൂപ്പൻ, അതാ നല്ലത്. എന്നാൽ എന്നോട് ചോദിച്ചു എവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇരിക്കുന്നില്ല, മിക്കപ്പോഴും പോകാം. അമ്മ ഉദ്ദേശിച്ച വേറെയാണ്. എവിടാ ഇരിക്കുന്ന? ഞാൻ പറഞ്ഞു ഇല്ല. ഇപ്പോഴല്ല, പണ്ടൊരാള് വന്ന് കൈ വെച്ച് അച്ഛൻ ഇപ്പൊ എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ എവിടാ. എന്നാലും എവിടാ? ഞാൻ പറഞ്ഞു നിന്ന സ്ഥലത്താണ്. അപ്പം എനിക്ക് ചെറിയ ഡൗട്ട്, വലിയ കാര്യത്തിൽ അങ്ങോട്ട് വന്നേ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ ഡൗട്ട്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു എവിടെ ആകും? ഞാൻ പറഞ്ഞു IPC-ലാണ് വന്നു. അപ്പോൾ പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. നമ്മുടെ ആൾക്കാർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർക്കും ഉണ്ട്. നമ്മൾ ചോദിക്കില്ലേ ഏത് സഭയാ? ചർച്ച കൂടാം. സ്തോത്രം. എവിടാ? ഷാരൻ. ഏത് സഭയാ? സ്വതന്ത്ര പെന്തിക്കോസ്ത്.
ഏതാ IPC സൂക്കേടുകാരുണ്ട്, അതുകൊണ്ട് ഒത്തിരി ഉണ്ട്. ഇതിനകം ക്ലിയർ ആകണം. സഭയും ബോർഡും നോക്കിയല്ല സ്നേഹിക്കേണ്ടത്, ഒരു ദൈവവൈദ്യലാന്ന് ഓർത്താണ്. തന്നെയല്ല സകലരെ ദൈവ സ്നേഹമല്ലേ, അതല്ലേ പഠിപ്പിച്ചേക്കുന്നേ. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്തുക. ദൈവത്തിന് മഹത്വം രണ്ട് വിധത്തിൽ ശുദ്ധീകരണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, രണ്ട് ബാഹ്യ ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണം ദൈവത്തിന്റെ വചനത്താലാണ്. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് അവരോട് പറയാൻ നിങ്ങൾ അടുത്തോട്ട് പോകാം. ആ വന്നവരോടാണ് 32-ാം വാക്യം മുതൽ താഴോട്ടുള്ള ഖണ്ഡികയിൽ 3 കാര്യം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച് വിവരിക്കുന്നില്ല. ഒന്ന്, പൂർവ്വകാലം ഓർക്കണം. 2, വർത്തമാനകാലം നിങ്ങൾ മനസ്സിലാക്കണം. 3, അവൻ ഭാവികാലം ഓർക്കണം. എന്തോ ആ പൂർവ്വകാലം നിങ്ങളെ ദൈവം നടത്തിയ വിധമൊന്നും മറക്കരുത്. ദൈവം നിങ്ങളെ പുലർത്തിയ വിധമൊന്നും മറക്കരുത്. ഞാൻ പെന്തിക്കോസുകാരോട് പറയാനുണ്ട്, ഇപ്പൊ 10 പുത്തനും ഒരു ചെറിയ വീടും ഒരു ചെറിയ വണ്ടി അല്പം ചുറ്റുപാട് വായ്പ മിക്കതിന് അഹങ്കാരം ഉണ്ട്. അഹങ്കാരമുണ്ട് എല്ലാവർക്കും. അല്ലെങ്കിൽ ആ പഴയ കാക്കക്കേടല്ല, കാക്കക്കേടൊക്കെ മാറി. ഇപ്പൊ അത് നമ്മൾ ചിലര് ഈ യോഗത്തിനൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഓർക്കും, ഒരു പാവ അമ്മാമയൊന്നും പാവമല്ല, തലയുടെ കാറ്റും പുത്തനും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പമ്മിയിരിക്കുക. ഇച്ചിരി ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ വന്നാലും താനുകാരം. പിന്നെ എത്ര കേസുകള്. നമ്മൾ ചില സഹോദരൻ ഒരു പാവം സഹോദരൻ, പാവമല്ല, ഇവൻ കാട്ടാനക്ക് ലാട പഠിച്ചവനാ. ഇവൻ പാവമൊന്നുമല്ല. പിന്നെ ഇപ്പൊ ഇവന്റെ ഇച്ചിരി പരുവക്കേടായതുകൊണ്ട് മിണ്ടുന്നില്ല. എന്തിനാ ഇനി മിണ്ടുന്നത്? 9 ആകുന്നു, ഇനി മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. മിണ്ടുകാരുന്ന 8:30 മിണ്ടണമായിരുന്നു. നമ്മൾ ഇതിനെ നോക്കുമ്പോ അവരുടെ നോട്ടോ ഇരിപ്പും ആ മൂക്കും എന്റെ നാടൻ ഭാഷ അങ്ങ് പറയും. ആ മുഞ്ഞി മോന്തയും കാണുമ്പോൾ ഓർക്ക് പാവമാണ്. ഇവൻ പാവമൊന്നുമല്ല, ഇവൻ കാളകൂടമാണ്, വിഷത്തിന്റെ നിറകൂടാണ്. നമ്മൾ ഈ പുറമെ നോക്കിയാ വിലയിരുത്തുന്നത്. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. ദൈവം ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും ഒക്കെ അവിടെ നിന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കണം. ദൈവം നിന്നെ നടത്തിയ വിധം മറക്കരുത്. ദൈവം നിന്നെ പരിപാലിച്ച വിധമൊന്നും നീ മറക്കരുത്. ഒരു നേരം ഭക്ഷണം പോലും ഇല്ലാതെ ഞരങ്ങിയ സമയമുണ്ട്. ഒരു നല്ല വസ്ത്രമില്ലാതെ ഭാരപ്പെട്ട ദിനങ്ങളുണ്ട്. അവർ ഇന്ന് രാത്രിയിൽ അതെല്ലാം ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഞാന് കൃപയാലെ ഇപ്പോൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യും. ദൈവത്തിന് മഹത്വം. ഉള്ളം തുറന്ന് പറയുക, ഞാൻ പഴയതൊന്നും മറക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രസംഗത്തിലും പറയും. എന്നോട് ചിലരൊക്കെ പറയും, ഞാൻ അതൊന്നും പറയുന്നത് നാണക്കേടാണ്. ഞാൻ കൂടാ നിന്റെ പാട്ടിന് ഇതൊക്കെ പറയണ്ടേ? പറയണം. കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. 4 മണി വിട്ട് വന്നപ്പോ കഴിക്കാൻ പോലും ഇല്ലാത്ത സമയമൊക്കെ ഉണ്ട്. പിന്നെ അത്താഴം വെച്ച് കഴിഞ്ഞപ്പോഴും ആവശ്യത്തിനൊന്നും ഭക്ഷണം കിട്ടിയില്ല. അനുഭവിച്ചവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കഴിക്കാനും വയ്യ. പണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞെന്തിനാ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുമല്ല. ഞാനിപ്പോ സംഭവം പറയാൻ നിങ്ങളൊക്കെ ഇത് പുള്ളിയുടെ അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ആളെ അല്ല. അപ്പച്ചന് വളരെ ക്ഷീണമാണെന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാര് ബോംബെയിലെ ഒരു 10-15 പേര് ഒരു റൂമിൽ താമസിക്കുക. അപ്പച്ചൻ ഗുജറാത്തിലെ യോഗം കഴിഞ്ഞ് വന്നു. അപ്പം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അപ്പച്ചന് അപ്പച്ചന് പനിയുണ്ട്. അപ്പൊ നിങ്ങൾ സഹോദരന്മാര് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് വിശ്രമിപ്പിച്ചിട്ട് രാവിലെ ഇന്ന സ്ഥലത്തോട്ട് വിടാന്ന് പറഞ്ഞു. അപ്പച്ചൻ വന്നപ്പം സഹോദരന്മാര് തീരുമാനിച്ചു, അയ്യോ അപ്പച്ചൻ പനിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മറ്റു ഭക്ഷണം കഴിക്കുന്നത് അപ്പച്ചനത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെ ഓട്സ് കാച്ചി എല്ലാവർക്കും കൂടെ 14 പേർക്കും കാച്ചി വെച്ച് ആദ്യം അപ്പച്ചന് പനിയല്ലയോ, അപ്പച്ചൻ ആദ്യം കൊടുക്കുക. അപ്പച്ചൻ ആദ്യം കൊടുത്തു. പറഞ്ഞു, മോനെ ഇനിയുണ്ടോ? 14 പേരുടെയും പുള്ളി കുടിച്ചു. അങ്ങനത്തെ അപ്പച്ചന്മാര്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച അപ്പച്ചനും അല്ല. നിങ്ങൾ ഉദ്ദേശിച്ച അപ്പച്ചനെ ഏതാന്ന് എനിക്ക് മനസ്സിലായി. ആ അപ്പച്ചനുമല്ല. ഏതായാലും നിർത്താനാ. ഒരു കാര്യം പറയാം, ദൈവത്തിന് മഹത്വം. പൂർവ്വകാലം ഒന്നും മറക്കരുത്. ഇപ്പോഴത്തെ വർത്തമാനകാലം ദൈവം തന്നെ നടത്തുന്ന വിധം മറക്കരുത്. 3, ഭാവികാലം എന്തുവാ? ഭാവികാലം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു വീണ്ടും വരും, യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടും. യേശു വരുമ്പോൾ ആര് പോകും? ഇത് കേട്ടോണ്ട് വെക്കോ, നടന്നു പോകുക എന്നതും കേട്ടോണ്ട് വെക്കോ. യേശു വരുമ്പോൾ ആര് പോകും? ഒന്ന്, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ. രണ്ട്, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ. തീർന്നില്ല, അഭിഷേകം പ്രാപിച്ചവർ, അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്നവർ, വേർപാട് പാലിക്കുന്ന അവർ തിരുമേശ എടുക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. ദൈവത്തിന് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വം കൊടുക്കുക. യേശു വരാറായി. വചനം നിറവേറ്റാൻ വന്ന സഭയെ ചേർക്കുവാൻ വേഗമായി മയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാൻ എന്റെ വീട്ടിലെന്നെത്താൻ, സ്വർഗീയ നാടെന്നു കാണാൻ എന്റെ വീട്ടിലെന്നെത്താൻ. നവയറുജലമായി ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, നവയറുജലമായി ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ, സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ. വരുമേ തിരുവായ്മൊഴിഞ്ഞവരരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മരുമയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ലോകമാകെ ഇളകുന്ന രാജ്യം വെട്ടി വിളയ്ക്കുന്നേ, ലോകമാകെ വെട്ടി വിളയ്ക്കുന്നേ. വിശുദ്ധ ജനങ്ങൾ ഓടിനാരം മണ്ണിൽ ഉയർന്നു, മണ്ണിൽ നിന്ന് ഉയരെ പോകും. വിശുദ്ധ ജനങ്ങൾ ഓടിനാരം മണ്ണിൽ ഉയർന്നു, ഉയരെ പോകും. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ, ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ. വരുമേ തിരുവായി ഒഴിഞ്ഞവരരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർക്കുവാൻ വേഗമായി മയിലെടുപ്പാൻ കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ, കൊണ്ടുവീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. ഇന്ന് രാത്രി അവന് പെട്ടെന്ന് നിർത്തുക. ഒന്ന്, പൂർവ്വകാലം ഓർക്കണം, ദൈവം നിന്നെ നടത്തിയ വിധം. രണ്ട്, ഈ വർത്തമാനകാലം, കാരണം നീ ഒരു ദൈവ പൈതലാ, അത് അറിഞ്ഞു വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. മൂന്ന്, നിനക്കൊരു ഭാവി കാലമുണ്ട്, അത് മറ്റൊന്നുമല്ല, തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. ഇതുവരെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച കർത്തദാസന്മാർക്കും സമീപവാസികൾക്കും കൂടപ്പെട്ടവർക്കും ദേശനിവാസികൾക്കും ഓൺലൈനിലുള്ളതായ എല്ലാ ബഹുമാനിയും വിശേഷിച്ച് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ സെൻട്രലിലെ VIP അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്റർ, ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ, മറ്റ് ആദരണീയ കർത്തദാസന്മാർ പലരും അവിടെ സദസ്സിലുണ്ട്. ഞാൻ കണ്ട് എനിക്ക് ഒന്ന് പുന്നൂസ് പാസ്റ്റർ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അവിടെ ഇരിക്കുന്ന പോലെ തോന്നി. എന്റെ എവിടെ ഞാൻ കണ്ടായിരുന്നു. ഉന്നജാനുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കർത്തദാസന്മാർ എല്ലാവർക്കും നന്ദി. ദൈവത്തിന് മകത്ത് ഇതുവരെ സഹകരിച്ചല്ലോ. ഒക്കുന്നെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു ആക്കമുണ്ട് മതിയാവുണ്ട് വീടരുത്. ഒരു ദിവസം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒക്കുന്നെങ്കിൽ ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തി വീശി താക്കരുത് വീശി ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ വീശി ഒരിക്കൽ കൂടെ കരം രണ്ട് വീശി പാർക്കം നമ്മളെല്ലാം ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു.
സൂക്ഷിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു.